പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ മീറ്റിങ്ങിന് ഞാനിപ്പോ ഇവിടെ ഉള്ളത്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് അപ്പുറമുള്ള ഒരു റെസ്പോൺസ് ആണ് ഞങ്ങൾക്ക് കർഷകരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഈ ഉദ്യാന കൃഷി സുഭിക്ഷ കേരളത്തിൽ നിന്നുള്ള ഈ വെബിനാർ സീരീസ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെയധികം ഉത്തരവാദിത്വവും ഏൽപ്പിച്ചു തരികയാണ്. നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും നിറവേറ്റിക്കൊണ്ട് ഈ പ്രോഗ്രാം നടത്താൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതാണ്. ഈ അവസരത്തിൽ ഞാൻ ഔദ്യോഗികമായ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡീൻ ഡോക്ടർ എ അനിൽകുമാറാണ്. അദ്ദേഹം ഒരു ഡീൻ മാത്രമല്ല, അദ്ദേഹം വിജ്ഞാന വ്യാപന വിഭാഗത്തിന്റെ, അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ വിജ്ഞാന വ്യാപനം നടത്തണമെന്നുള്ള ആഗ്രഹവും അതിനുവേണ്ടുന്നുള്ള പ്രചോദനവും അദ്ദേഹം ഞങ്ങൾക്ക് തരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളാണ് ഞങ്ങളെ എപ്പോഴും വഴികാട്ടുന്നത്, ഏറ്റവും പ്രചോദനം നൽകുന്നത്. കർഷകർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെ പരിപാടികളെയും നല്ല രീതിയിൽ ആക്കുവാൻ അദ്ദേഹം ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്നത് ദക്ഷിണ മേഖല കാർഷിക ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ റോയ് സ്റ്റീഫനാണ്. ദക്ഷിണ മേഖലയിലെ ഗവേഷണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹത്തിന്റെ ഫാക്കൽറ്റിയിൽ നിന്ന അറിവുകളാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഇപ്പോൾ പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഈ ചടങ്ങിന് പങ്കെടുത്തവർക്ക് നന്ദി അർപ്പിക്കാനെത്തിയ പ്ലാന്റേഷൻ ക്രോപ്സ് വിഭാഗം മേധാവി ദീപ എസ് നായർ, എന്റെ മറ്റു പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ പങ്കെടുത്ത കർഷകർ തന്നെയാണ്. നിങ്ങൾ കാണിക്കുന്ന ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. നിങ്ങളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും മടങ്ങട്ടെ. പിന്നീട് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു വിവരണം നൽകുന്നതിനായി അധ്യക്ഷ പ്രസംഗത്തിനായി ഞാൻ ബഹുമാനപ്പെട്ട ഡീൻ സാറിനെ ക്ഷണിച്ചുകൊള്ളു. ഈ വെബിനാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ബഹുമാന്യനായ ഡോക്ടർ ചന്ദ്രബാബു സർ, അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ റോയ് സ്റ്റീഫൻ, ഈ പരിപാടിയുടെ ഈ വെബിനാർ സീരീസിന്റെ കോർഡിനേറ്റർ ഡോക്ടർ റഫീഖർ, ഡോക്ടർ ദീപ നായർ, കാർഷിക സർവകലാശാലയിലെ സഹപ്രവർത്തകരെ, ഈ പരിശീലന പരിപാടിയിലേക്ക് എത്തിച്ചേർന്നുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ, അല്പം ഈ 5-10 മിനിറ്റ് ഈ യോഗം തുടങ്ങാൻ വൈകി ചില സാങ്കേതിക കാരണങ്ങളാൽ, എങ്കിലും വളരെയധികം വൈകിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്ന നമുക്കറിയാം, ഈ ലോകം മുഴുവൻ കോവിഡ് മഹാമാരി പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം മറ്റു തരത്തിലുള്ള പരിശീലന പരിപാടികൾ നമുക്ക് നടപ്പിലാക്കാൻ സാധ്യമല്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വെബിനാർ ഉദ്യാന കൃഷിയിലൂടെ ഉൽപാദന വർധന എന്നുള്ള ഭക്ഷ്യസുരക്ഷ എന്ന ടൈറ്റിലോട് കൂടിയുള്ള ഒരു പരിപാടി നടത്താൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം കേരള ഗവൺമെന്റിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. സുഭിക്ഷ കേരളം എന്ന പേരിലുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതി. ഇത് വളരെയധികം താല്പര്യത്തോടു കൂടി ഗവൺമെന്റ് വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് കേരള കാർഷിക സർവകലാശാല അതിന്റെ സ്പെഷ്യൽ ഡ്രൈവ് പരിപാടിയിലൂടെ ഈ സുഭിക്ഷ കേരളം പദ്ധതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോ മറ്റെല്ലാ മേഖലകളിലും വളരെയധികം പ്രതിസന്ധി സൃഷ്ടിച്ചപ്പോഴും ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ താല്പര്യം, ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ കാർഷിക കേരളത്തിലുണ്ടായിരുന്ന പുരോഗതിയെ പറ്റി വളരെ വിശദമായി തന്നെ അദ്ദേഹം ഇന്നലെ സംസാരിച്ച് നിങ്ങൾ ഏവരും കേട്ടുകയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരുപാട് 800ഓളം പേർ ഈ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വെള്ളായണി തിരുവനന്തപുരത്തുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ കോളേജായ തിരുവനന്തപുരത്തുള്ള വെള്ളായണി കാർഷിക കോളേജിലെ
വിവിധ ഉദ്യാന കൃഷി വിഭാഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മളിവിടെ ഇങ്ങനെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യത്തിലാണ് നാം നിലനിൽക്കുന്നത്. ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് ഉൽപാദന വർധനവ് മാത്രമല്ല, ഭക്ഷ്യ സ്വയം പര്യാപ്തത മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സുരക്ഷിത ഭക്ഷണമാവുകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സമ്പുഷ്ട ഭക്ഷണമാവുകയും ഒക്കെ ചെയ്യുക എന്നുള്ള ഒരു സാഹചര്യം കൂടി, ആവശ്യം കൂടി നമ്മുടെ മുന്നിൽ നിലവിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ പരിശീലന പരിപാടിയിൽ നമുക്ക് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ഉദ്യാന കൃഷികളുടെ വിള പരിപാലനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ അത്തരം വിളകളുടെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങളെ പറ്റിയുള്ള വിശദമായ ചർച്ച ഇവിടെ ഈ പരിശീലന പരിപാടിയിൽ നടക്കുന്നതാണ്. അതുപോലെ പണ്ട് കാലങ്ങളിൽ നിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്, പണ്ട് കാലങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുക, വിൽക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവും കർഷകർ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മൂല്യവർദ്ധനവിനുള്ള എന്തൊക്കെ സാഹചര്യങ്ങൾ, എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ നിലവിലുണ്ട്, അത്തരം സാങ്കേതിക വിദ്യകളും കൂടി കർഷകരെ, ഈ പരിശീലനാർത്ഥികളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശവും ഈ സെമിനാറിനുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, കാർഷിക രംഗത്തേക്ക് ആളുകൾ കൂടുതൽ സംരംഭകത്വ താല്പര്യങ്ങളുള്ളവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കാർഷിക മേഖലയിലെ ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഏതൊക്കെ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയും ഈ സെമിനാറിൽ, ഈ വെബിനാർ സീരീസിൽ നമ്മൾ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ ഉദ്യാന കൃഷികളുടെ വിവിധ കാര്യങ്ങൾ നമ്മൾ ഈ വളരെ വിശദമായ രീതിയിൽ നമ്മുടെ ഈ വെബിനാർ സീരീസിൽ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റ് വെബിനാറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വെബിനാർ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പരിശീലനത്തിന് വരുന്ന പരിശീലനാർത്ഥികളുടെ അതിനകത്ത് വനിതകളുണ്ട്, യുവാക്കളുണ്ട്, കർഷകരുണ്ട്, വിദേശത്ത് നിന്ന് മടങ്ങി വന്നവരുണ്ട്, തൊഴിൽ രഹിതരുണ്ട്. അങ്ങനെ ഒരു വിവിധ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് പീപ്പിൾ ഈ പരിശീലന പരിപാടിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം രജിസ്റ്റർ ചെയ്ത മുഴുവൻ സുഹൃത്തുക്കളുടെ, പരിശീലനത്തിൽ രജിസ്റ്റർ ചെയ്ത സുഹൃത്തുക്കളുടെ അഭിപ്രായം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ താല്പര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിഷയങ്ങളാണ് നമ്മളിവിടെ ഈ പരിശീലന പരിപാടിയിൽ ചെയ്തത്. അല്ലാതെ നമ്മൾ കുറെ വിഷയങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ പകരം ഒരു 2-way ഡയലോഗ്, അതായത് നിങ്ങളുടെയും കൂടി താല്പര്യം, അതായത് പരിശീലനാർത്ഥികളുടെയും കൂടി താല്പര്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ പരിശീലനം പരിപാടി, ഈ വെബിനാർ സീരീസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അത് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മട്ടുപ്പാവിലെ കൃഷി, വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്ന ലംബ കൃഷി, ഏറ്റവും ആധുനികമായ കാർഷിക സാങ്കേതിക വിദ്യകൾ, ഹൈടെക് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഈ കാർഷിക മേഖലയിലെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ, പ്രത്യേകിച്ച് ഉദ്യാന കാർഷിക കൃഷി മേഖലയിലുള്ള സാങ്കേതിക വിദ്യകൾ പരിശീലനാർത്ഥികളെ പരിചയപ്പെടുത്തുകയും അവർക്ക് അതിലൂടെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ തുടങ്ങാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പരിശീലന പരിപാടിയുടെ വെബിനാർ സീരീസിന്റെ ലക്ഷ്യമുണ്ടാക്കുന്നത്. ഈ ഒരു സെമിനാർ സീരീസ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഈ പരിശീലനത്തോടു കൂടി തന്നെ ഇതിൽ പങ്കെടുക്കുന്ന കർഷകർക്കും മറ്റു പരിശീലനാർത്ഥികളും ഒരു തുടർ ബന്ധം കാർഷിക കോളേജുമായും കാർഷിക സർവകലാശാലയുമായും നമ്മൾ ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുകയാണ്. അത് കേരളം നമുക്കറിയാം, പൊതുവിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ്, ഉദ്യാന കൃഷികൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് നമ്മുടെ പല പച്ചക്കറികളാണെങ്കിലും ഫലവർഗ്ഗങ്ങളാണെങ്കിലും പലതും നമ്മൾ വേസ്റ്റായി പോവുകയാണ്. അപ്പൊ ഇത്തരം എന്താ പറയാ, ഉപയോഗം ഇല്ലാതെ പോകുന്ന ഇത്തരം പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും ഒക്കെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഈ പരിശീലന പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. തീർച്ചയായും വളരെ നല്ല രീതിയിൽ ഇതിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ കാർഷിക രംഗത്ത്, പ്രത്യേകിച്ചും ഉദ്യാന കൃഷി മേഖലയിൽ വിത്തിന്റെയും നടീൽ വസ്തുക്കളുടെയും ഏറ്റവും നല്ല ഗുണമേന്മയുള്ള വിത്തിന്റെയും നടീൽ വസ്തുക്കളുടെയും ക്ഷാമമുണ്ട്. അതൊരു വലിയ മേഖലയാണ്. സ്വയം സംരംഭകർക്ക്, പുതിയ സംരംഭം തുടങ്ങാൻ ആകുന്നവർക്ക് നഴ്സറി അല്ലെങ്കിൽ വിത്ത്, നടീൽ വസ്തുക്കൾ, ഗുണമേന്മയുള്ള വിത്തുകൾ ഉത്പാദിപ്പിക്കുക എന്നുള്ളത് വലിയൊരു മേഖല. അപ്പൊ അതിൽ തന്നെ ഒരു ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ പരിശീലന പരിപാടിക്ക്
നമ്മൾ രൂപം കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു 1 വേ ക്ലാസ് റൂം സിറ്റുവേഷൻ അല്ല, 2 വേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഇതിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ ഒന്നുകൂടി സന്തോഷത്തിന്റെ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നത് കാർഷിക സർവകലാശാലയുടെ ബഹുമാന്യനായ വൈസ് ചാൻസലർ ഡോക്ടർ ചന്ദ്രബാബു സാറാണ്. അദ്ദേഹം അന്തർദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന കാർഷിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം വലിയ അക്കാദമിക രംഗത്ത് വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള, വലിയ അംഗീകാരമുണ്ടായിരുന്ന, അന്താരാഷ്ട്ര രംഗത്ത് അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. മുഴുവൻ കാർഷിക സർവകലാശാലയിലെ മുഴുവൻ കേന്ദ്രങ്ങൾക്കും എല്ലാവിധ സഹകരണങ്ങളും സപ്പോർട്ടും മോട്ടിവേഷനും നമ്മുടെ നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ചന്ദ്രബാബു സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സവിനയം സ്വാഗതം ചെയ്യുക. Can I start, Dean? Yes, sir. Yes, sir. Okay. Yeah. My dear faculty, respected Dean College of Agriculture, Vellayani Dr. Anil Kumar, my dear colleague Dr. Roy Stephen, ADR Southern Zone, this training program coordinator Dr. Rafiqar, Head of the Department of Pomology and Floriculture, College of Agriculture, Vellayani. Various experts who are actually going to give this training through a series of 30+ lecture series. My dear fellow faculty in Kerala Agriculture University, my dear farmer fraternity, other stakeholders, dear participants, good afternoon to all of you. I am very happy that the College of Agriculture Vellayani over the past several months organizing several webinars, trainings through video conferencing on various topics associated with this Subicha Kerala mission, the flagship program of Government of Kerala post-COVID scenario. We all know the objectives and the goals of Subicha Kerala. I am sure all the participants, especially farmers, will be aware of that. We need to produce the food required for the people of the state locally. And in this regard, we have a rich biodiversity, very good soil, very good natural resources, very good long solar radiation, so that most of the crops needed for our food security can be grown in the state. And also added to this, we have plentiful rainfall. Nearly 3,000 mm of rainfall annually we are getting in the state. This is comparatively higher than most of the other states in our country. And we are one of the biodiversity hotspots, so we have very good biodiversity both in natural fauna as well as flora. Reaching this Subicha Kerala objectives or mission will not be that much difficult, provided we actually make use of these natural resources using scientific means or based on strong foundation of science and technology. I think in the Subicha Kerala food self-reliance, many crops have been listed. You may be aware: cereals, millets, vegetable, food crops, spices, medicinal aromatic plants, and one of the thing is to increase the productivity as well as unit land productivity. I think unit input productivity. I think by increasing the resource use efficiency of all the inputs, starting from land, water, other inputs like fertilizers, other cost of labor, we need to increase the productivity per unit cost of unit input cost as well as overall production across the state. And in this regard, the horticulture plays a very vital role. I think only in the few states in the country, the horticulture occupies a major importance. In the state of Kerala, the land area or the cultivable land area, you may be aware,
almost more than 80% of the land area is under horticulture crops. So it's all the more very critical. The role of horticulture crops is very, very vital. I will say that is a primary role horticulture crops are going to play in achieving this Subhijay Keralam mission. In this regard, the Kerala Agricultural University want to give the technical know-how to all the stakeholders, and starting from high-yielding planting material. In all the horticulture crops, Kerala Agricultural University has developed high-yielding varieties. We need to actually see they are adopted during this mission program. So we need to this message has to be my scientists will be sending across in each horticulture crop. What are listed? What are the recent high-yielding crop varieties? What is their peculiar salient features other than providing high yield? What is the quality-wise, how they are better compared to the existing varieties in terms of pest and disease resistance to various climate vagaries, etc. So these varieties, high-yielding, newly evolved varieties needs to be disseminated, or they need to be transferred to the field for adoption in a wide area. So in that regard, providing this planting material, seeds, whatever grafts, layers, whatever depending upon the crop, that has to go large way. So this information, where this planting material will be obtained, how to produce the planting material. Many of you, the farmers who are attending the trainees, you yourself can produce the planting material because such a great demand for planting material across our state. You can see every now and there we can see nurseries being operated by our people across the state. But if you are by disseminating the high-yielding varieties, we can actually considerably improve our production as well as productivity. So starting from the planting material, which we have developed through our many years of R&D, that useful material has to be disseminated across far and wide in this state of Kerala. So starting from the planting material, how to cultivate them, what is the best crop husbandry, best package of practices the Kerala Agricultural University has developed and recommending both the inorganic way of cultivation and the organic way of cultivation. In both the way, Kerala Agricultural University has developed and published a recommended package of practices for all the major horticulture crops in the state. This has to be sent across through this webinar. Plus, disease management, pest management, integrated disease and pest management, so that the cost of management is very, very low, but at the same time, we can reduce the loss of commodities through these pests and diseases. And other one is very important is this post-harvest. How to reduce the post-harvest loss by value addition and minimal processing. So this kind of a message and information has to be disseminated across the stakeholders, participants through this webinar. And the third, it will be an important one is the marketing aspect. We will be producing, and I'm sure there will be after, I think, in the midway through the Subhijay Keralam, there will be glut of some of the producers produced by our farmers, because there is a great emphasis given through the Subhijay Keralam. And for a particular crop commodity, most of the farmers will be cultivating that in a region. So then there is a glut in the market, and the farmers should not be lost. When the glut, then automatically the prices will fall. So we need to provide what need to be produced in what area, what climate condition, what area. I think regionally we need to recommend these crops, which is these particular crops are more suited, so that throughout the state, not few commodities are produced and all reach the market at the same time, making our competition is very less for the farming community. So economically they will be at loss. Such a condition should not happen. We anticipate this may come immediately for a few commodities which are of short duration and nature. So we need to have intervention, what I call market intelligence, we need to provide to the farming community. So whatever produce they produce, there is a market, but appreciable, reasonable the price for that commodities. And later on, recently Kerala Agricultural University has published 23 agroecological units dividing the state based on soil fertility, climate, water availability. And we also recommended suitable crops for each of these 23 agroecological units based on panchayat-wise delineation. So that message information should also be shared to our participants. That is available in our university website. They can go there. Major crops recommended for these 23 agroecological units are also available there. And the farmers are actually
always they will innovate and come out with the new models. So we also want to learn from the farming fraternity. So with this focus, and finally there should be a business model. I think many of the farmers may like to become entrepreneurs, and they will be looking for, will there be any financial support for such kind of establishing enterprises which is contributing towards Subicha Keralam. I think what are the financial supports available under this Subicha Keralam, what subsidies are available, and what are the support coming from other sister organizations like cooperative banks, NABARD, and other agriculture commercial banks. We need to actually put across this message also, and we need to actually help the farmers who want to become entrepreneurs with a viable business plan, so they can approach with that business plan to the banks for availing loan facilities. I think these kind of aspects have been taken care while formulating the various kind of lectures or training through the webinar, and during the course of the webinar also, the participants are free to actually give your feedback, what additional information you are actually expecting from the university. I am sure my colleagues will be in the university will be coming forward in helping you in providing with such information. So with these few words, I really happy to inaugurate this webinar series where horticulture is playing a major role to reach the ideal goals and aims of Subicha Keralam in the period to come. Thank you very much. Thank you, sir. യോഗാധ്യക്ഷൻ ബഹുമാനമുള്ള ഡോക്ടർ അനിൽകുമാർ സർ, ആദരണീയനായ വൈസ് ചാൻസലർ ഡോക്ടർ റഫീഖർ, മറ്റ് ഹോർട്ടിക്കൾച്ചർ സയന്റിസ്റ്റ്, ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന ബഹുമാന്യരെ, കേരള സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കാർഷിക സർവകലാശാല വിവിധ തരം പ്രോഗ്രാമുകൾ നടത്തി വരികയാണ്. അതിൽ ആദരണീയനായ വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ ഹോർട്ടിക്കൾച്ചർ ഒരു അനന്ത സാധ്യതകളുടെ മേഖലയാണ് ഇതിൽ തുറന്നു വരുന്നത്. അതിനോടനുബന്ധിച്ചുള്ള ഒരു പരിശീലന പരിപാടിയും വെബിനാർ സീരീസും ഓർഗനൈസ് ചെയ്യാൻ മുൻകൈയെടുത്ത ഡോക്ടർ റഫീഖർ, ഡോക്ടർ ദീപ എസ് നായർ, ഡോക്ടർ ശാരദ തുടങ്ങിയ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഓഫ് ഹോർട്ടിക്കൾച്ചർ സയന്റിസ്റ്റ്, അവരെ ഞാൻ ആദ്യമേ അഭിനന്ദിക്കുകയാണ്. കാരണം ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ബഹുമാനമുള്ള വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ നല്ല ഡൈവേഴ്സിറ്റി ഉള്ള ക്രോപ്സ് ആണ്. അതായത് പ്രത്യേക കാലാവസ്ഥയിൽ മാത്രം വളരുന്ന ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ഉണ്ട്, അത് കാലാവസ്ഥ അത്രയും സ്പെസിഫിക് ആയിട്ട് വേണ്ടാത്തതുണ്ട്, ലൈറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ തണലിൽ വളരുന്ന ചെടികളുണ്ട്, ഓപ്പൺ ആയിട്ട് വളർത്താവുന്നതുണ്ട്, കൃഷിക്കാർക്ക് പെട്ടെന്ന് വരുമാനം ലഭിക്കാൻ പറ്റുന്ന സീസണൽ ആയിട്ടുള്ള ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ സ്ഥായിയായ വരുമാനം ലഭിക്കുന്ന, ദീർഘനാള് നമുക്ക് വരുമാനം ലഭിക്കുന്ന തരത്തിലുള്ള ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിവിധ തരം ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിനെ കുറിച്ചും അതോടൊപ്പം അതിൽ നിന്നുള്ള നമുക്ക് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഭക്ഷ്യ സംസ്കരണം നടത്തി കൂടുതൽ തൊഴിലവസരങ്ങളും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്നതിനും ഹോർട്ടിക്കൾച്ചറിന് വളരെയധികം സാധ്യതകളുണ്ട്. അപ്പൊ ഈ ഒരു ആശയം മുൻനിർത്തി ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രഗത്ഭരായ ട്രെയിനേഴ്സിനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസുകൾ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ പ്രമുഖരായ ശാസ്ത്രജ്ഞരെയാണ്. അവരുടെ ഈ വെബിനാർ, അവരുടെ ക്ലാസുകൾ കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച ഈ ട്രെയിനിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു വെബിനാർ സീരീസിൽ പങ്കെടുത്തത് അതിൽ അനുയോജ്യമായ രീതിയിലുള്ള തീർച്ചയായും നിർദ്ദേശങ്ങളും ഐഡിയാസും അല്ലെങ്കിൽ അതിന് പറ്റുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും ലഭിക്കും എന്ന് തീർച്ചയായും ഞാൻ ഉദ്ദേശിക്കുന്നു. ബഹുമാനമുള്ള ഡീനും ആദരണീയനായ വൈസ് ചാൻസലറും സൂചിപ്പിച്ചതുപോലെ ഈ പരിശീലനത്തിൽ പങ്കെടുത്തിരിക്കുന്നവർക്ക് വേണ്ടി അവരുടേതായ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഇതിനകത്ത് പുതിയതായിട്ടുള്ള ക്ലാസുകൾ ഇൻക്ലൂഡ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ മേഖലകളെ കുറിച്ചുള്ള ക്ലാസുകൾ ഇൻക്ലൂഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇതിനകത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും അഭിലഷണീയമാണ്. ഈ ഒരു പ്രത്യേക ട്രെയിനിങ് പ്രോഗ്രാം, ഈ ഒരു വെബിനാർ സീരീസ് ഓർഗനൈസ് ചെയ്ത ഇതിന്റെ സംഘാടകരെ ഒന്നുകൂടി അഭിനന്ദിക്കുകയും ഇതിൽ പങ്കെടുത്തിരിക്കുന്നവർക്ക് ഈ ഒരു വെബിനാർ ഏറ്റവും നന്നായി ഉപയോഗപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക്
വോട്ട് ഓഫ് താങ്ക്സ്. നന്ദി പറയാനായിട്ട്. ബഹുമാനപ്പെട്ട കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ആർ ചന്ദ്രബാബു സർ, കാർഷിക ഫാക്കൽറ്റി ഡീൻ ഡോക്ടർ എ അനിൽകുമാർ സർ, ദക്ഷിണ മേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ റോയ് സ്റ്റീഫൻ സർ, വെബിനാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പഠിതാക്കളെ, സഹപ്രവർത്തകരെ, സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നടത്തപ്പെടുന്ന സുഭിക്ഷ കേരളം ഉദ്യാന കൃഷിയിലൂടെ എന്ന വെബിനാർ പരമ്പരയുടെ പ്രസക്തിയും അതിന്റെ നടത്തിപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇവിടെ ബഹുമാന്യ വൈസ് ചാൻസലറും ഡീനും അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ചും സംസാരിച്ചു കഴിഞ്ഞു. ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവർക്ക് കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ് എന്നിൽ അർപ്പിച്ച കർത്തവ്യം. കേരള കാർഷിക സർവകലാശാലയിൽ കർഷകർക്കായുള്ള ഏത് കൃഷിശാസ്ത്രത്തിന്റെ പ്രവർത്തനത്തിനും ബഹുമാനപ്പെട്ട കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ചന്ദ്രബാബു സർ എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. ഇത് ഞങ്ങളിൽ കൃഷിശാസ്ത്രജ്ഞരിൽ ആത്മവിശ്വാസവും പ്രോത്സാഹനവും നേടിത്തരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച് അദ്ദേഹം ഞങ്ങളെ വളരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ആർ ചന്ദ്രബാബു സാറിന് ഹോർട്ടിക്കൾച്ചർ വിഭാഗങ്ങളുടെ പേരിലും കാർഷിക കോളേജിന്റെ പേരിലും ഈ വെബിനാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടിസിപ്പൻസിന്റെ പേരിലും നിസ്സീമമായ നന്ദി അർപ്പിക്കുന്നു. വെള്ളായണി കാർഷിക കോളേജിൽ കർഷകർക്കും കൃഷി സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഉതകുന്ന തരത്തിൽ ധാരാളം വെബിനാറുകൾ നടത്തി വരുന്നുണ്ട്. ഇതിന് പ്രചോദനമായി കാർഷിക കോളേജിലെ ഡീൻ ഡോക്ടർ ആർ അനിൽകുമാർ സാർ എപ്പോഴും എല്ലാ പ്രവർത്തനത്തിനും ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നു. ഈ പരിപാടിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ച് എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് നൽകി. ഈ ഉദ്ഘാടന പരിപാടി അധ്യക്ഷനായും കാർഷിക കോളേജ് ഡീന് ഈ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഹോർട്ടിക്കൾച്ചർ വിഭാഗങ്ങളുടെ പേരിലും പാർട്ടിസിപ്പൻസിന്റെ പേരിലും കൃതജ്ഞത അറിയിക്കുന്നു. ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ച ദക്ഷിണമേഖല പ്രാദേശിക ഗവേഷണ കേന്ദ്ര അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് റോയ് സ്റ്റീഫൻ സാറിനെ ഹോർട്ടിക്കൾച്ചർ വിഭാഗങ്ങളുടെ പേരിലും പാർട്ടിസിപ്പൻസിന്റെ പേരിലും കൃതജ്ഞത അറിയിക്കുന്നു. ഈ പരിപാടിയിൽ സ്വാഗതം അർപ്പിച്ച് സംസാരിച്ച ഫലശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ റഫീഖർ, ഈ പരിപാടിയുടെ ജനറൽ കൺവീനറുമായ അദ്ദേഹത്തിനും ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ്സിൽ മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ് അവർക്ക് പ്രത്യേകിച്ച് ഒരു കൃതജ്ഞത ആവശ്യമില്ലെങ്കിൽ കൂടി ഔചാരികയുടെ പേരിൽ അവർക്കും നന്ദി അറിയിക്കുന്നു. ഏതൊരു പരിപാടിയെയും എന്ന് പറയുന്നത് എടുക്കുന്ന ഭാവി ഇവിടെ നിന്ന് ലഭിക്കുന്ന അറിവുകൾ ഉപയോഗിച്ച് അത് പ്രാവർത്തികമാക്കുന്ന ഒരുമാണ് ഞങ്ങളുടെ വിജയം. ഈ ലക്ഷ്യത്തോടു കൂടി ഈ വെബിനാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസും ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും ഒന്നും കൂടി നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു. ഔദ്യോഗിക ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തട്ടെ. ടെക്നിക്കൽ സെഷൻ ഉടൻ ആരംഭിക്കുകയാണ്. അതിനു മുമ്പായി ഒരു 1 മിനിറ്റ് പുരുഷോത്തമൻ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നു. പ്ലീസ് അത് ഓഫ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക്. പ്ലീസ് പുരുഷോത്തമൻ, പ്ലീസ് സ്റ്റോപ്പ് പ്രസന്റിംഗ് പ്ലീസ്. രാജ്മോഹൻ സർ കേൾക്കാമോ? രാജ്മോഹൻ സർ കേൾക്കാമോ? കേൾക്കാമോ എന്നെ? കേൾക്കാം സർ. യെസ് സർ, യെസ് സർ, യെസ് സർ. കേൾക്കാം സർ, കേൾക്കാം സർ. ഞാൻ ഒരു നിമിഷം. രാജ്മോഹൻ സാർ ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിനായി ഞാൻ എന്റെ സഹപ്രവർത്തക സോണിയെ ക്ഷണിക്കട്ടെ. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കെ രാജ്മോഹൻ. കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ഹോർട്ടിക്കൾച്ചറൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും PhDയും നേടി കേരള കാർഷിക സർവകലാശാലയിൽ അധ്യാപകനായും ഗവേഷകനായും ഇന്റഗ്രേറ്റഡ് ബയോടെക്നോളജി കോഴ്സിന്റെ മേധാവിയായും സേവനമനുഷ്ഠിച്ച് 30 വർഷത്തോളം ഹോർട്ടിക്കൾച്ചർ ബയോടെക്നോളജി മേഖലയിൽ പ്രവർത്തിച്ച് വിരമിച്ചു. ഹോർട്ടിക്കൾച്ചർ ബയോടെക്നോളജി മേഖലയിൽ ദേശീയ അന്തർദേശീയ സമിതികളിൽ അംഗവും ബ്രിട്ടനിലെ നോട്ടിംഗ്ഹാം സർവകലാശാലയിലെ സന്ദർശക ഗവേഷകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉദ്യാന കൃഷി മേഖലയിലെ അനുഭവ പരിചയം നിസ്തുലമാണ്. അതുകൊണ്ട് തന്നെ ഉദ്യാന കൃഷി കേരളത്തിൽ എന്ന വെബിനാർ വളരെ പ്രയോജനകരമായിരിക്കും. ഡോക്ടർ കെ രാജ്മോഹൻ അവർകളെ ക്ലാസ് എടുക്കുന്നതിനായി ക്ഷണിക്കുന്നു. എനിക്ക് സംസാരിക്കാമോ? സർ, സാറിന് സംസാരിക്കാമല്ലോ? ഓക്കെ, സംസാരിക്കാം സർ. ഓക്കെ, താങ്ക് യു. യെസ്. നമസ്കാരം.
ഹോർട്ടിക്കൾച്ചർ എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള കാർഷിക സർവകലാശാല ആരംഭിച്ചിരിക്കുന്ന വെബിനാർ സീരീസിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഏകദേശം ഒരു അരനൂറ്റാണ്ട് മുമ്പ് കാർഷിക സർവകലാശാല ആരംഭിച്ച BSc ഹോർട്ടിക്കൾച്ചർ എന്ന കോഴ്സിൻ്റെ ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡൻറ് എന്നുള്ള നിലയിൽ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നതിൻ്റെ പരിഭാഷയാണ് ഉദ്യാന കൃഷി, അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഇത് വളരെ അപര്യാപ്തമായ ഒരു പരിഭാഷയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനെ പറ്റിയൊരു വാക്ക് നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഉദ്യാന കൃഷി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആളുകൾക്ക് തോന്നുന്ന ഒരു ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പൂക്കളും അലങ്കാര ചെടികളും ഒക്കെ മാത്രമായിട്ട് അടങ്ങുന്ന ഒരു വിഷയം എന്നുള്ള ധാരണയാണുള്ളത്. അപ്പം ഇന്ന് വാസ്തവത്തിൽ പൊതുബോധം മാറിയിട്ടുണ്ടെന്ന് വാസ്തവമാണ്. കാരണം കേരള സംസ്ഥാനത്തിലെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ, ഹോർട്ടികോർപ്പ് തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തനം കൊണ്ട് ആളുകൾക്ക്, പൊതുജനങ്ങൾക്കിടയിൽ ഇത് ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ഉദ്യാന കൃഷി മാത്രമല്ല എന്നും അത് ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും തോട്ടവിളകളും ഔഷധ സസ്യങ്ങളും അലങ്കാര സസ്യങ്ങളും അവരുടെ സംസ്കരണവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ള പൊതുബോധം ഏതായാലും വന്നിട്ടുണ്ട്. വാസ്തവത്തില് ഹോർട്ടിക്കൾച്ചറിനെ അഗ്രികൾച്ചറുമായിട്ട് വേർതിരിക്കുന്ന ഒരു സ്വഭാവമായിട്ട് പൊതുവെ കരുതപ്പെടുന്നത് ഈ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിന് പ്ലാന്റ് ടു പ്ലാന്റ് അറ്റൻഷൻ, അതായത് സ്പെസിഫിക് ആയിട്ട് ഓരോ ചെടിക്കും അറ്റൻഷൻ കൊടുക്കുന്ന ഒരു രീതി, അതാണ് അതിനെ മറ്റുള്ള അഗ്രികൾച്ചർ വിളകളിൽ നിന്ന് വിഭിന്നമാക്കുന്നത്. മറ്റുള്ള വിളകൾക്ക് നമ്മുടെ കളക്റ്റീവ് മാനേജ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഒരു വ്യത്യാസമായിട്ട് ഇത് പറയുന്നത്. കേരളം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഹോർട്ടിക്കൾച്ചർ സംസ്ഥാനം. ഈ 84% വിസ്തീർണം വെച്ച് നോക്കുകയാണെങ്കിൽ 84% വിളകളും ഹോർട്ടിക്കൾച്ചർ വിളകളാണ്. നമുക്ക് 26 ലക്ഷം ഹെക്ടർ സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അതിനകത്ത് 22 ലക്ഷം ഹെക്ടർ സ്ഥലവും ഹോർട്ടിക്കൾച്ചർ വിളകളാണ് ഓക്കുപൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിൽ തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള സംസ്ഥാനമാണെന്ന് നമ്മൾ കരുതപ്പെടുന്നു ഹോർട്ടിക്കൾച്ചറിനെ സംബന്ധിച്ചിട്ട്. അപ്പം ഇതിന് ഫുഡ് സെക്യൂരിറ്റി, ന്യൂട്രീഷൻ സെക്യൂരിറ്റി, ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി എന്നീ മേഖലകളിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ഹോർട്ടിക്കൾച്ചർ എന്ന വിഷയത്തിന്. കാരണം ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഇത്തവണ ആദ്യമായിട്ട് 315 മില്യൺ ടൺ ഹോർട്ടിക്കൾച്ചർ പ്രൊഡ്യൂസ് ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി. ഇതൊരു സർവകാല റെക്കോർഡാണ്. അപ്പോൾ ഇതിന് മുമ്പ് എല്ലാം ഇത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ താഴെക്കാളും കൂടുതലായിട്ട് നമ്മൾ ഹോർട്ടിക്കൾച്ചർ പ്രൊഡ്യൂസ് ഉണ്ടാക്കി. അത് സർവകാല റെക്കോർഡ്. ഇതിൽ ഏകദേശം ഒരു 25 മില്യൺ ടൺസോളം നമ്മൾ കേരളത്തിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇതിന്റെ പല മടങ്ങ് നമുക്ക് കേരളത്തിൽ ഉത്പാദിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ പ്രൊഡക്ഷൻ എഫിഷ്യൻസി മറ്റു പലതും നമ്മൾ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അതിനേക്കാളും വളരെ കൂടുതലായിട്ട് മാറ്റാൻ പറ്റും. അപ്പം ഈ ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ശരിക്കും ഹോർട്ടിക്കൾച്ചർ വിളകളുടെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. ന്യൂട്രീഷൻ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഹോർട്ടിക്കൾച്ചർ വിളകളെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലങ്ങളും കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു മിനറൽസിൻ്റെയും വൈറ്റമിൻസിൻ്റെയൊക്കെ ഒരു കലവറയാണ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട്, ബാലൻസ്ഡ് ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹോർട്ടിക്കൾച്ചറിന് വളരെ വളരെ അധികം പ്രാധാന്യമുണ്ട്. പിന്നെ ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഹോർട്ടിക്കൾച്ചർ വിളകൾക്ക് അതിൻ്റെ കൾട്ടിവേഷൻ, ഹാൻഡ്ലിംഗ്, ഹാർവെസ്റ്റിംഗ്, ഗ്രേഡിംഗ്, പാക്കിംഗ്, മാർക്കറ്റിംഗ് അടക്കം വളരെയധികം ആൾക്കാർക്ക് ജോലി സാധ്യതയുള്ള ഒരു ഫീൽഡാണ്. മാത്രമല്ല സെൽഫ് എംപ്ലോയ്മെന്റിന് ഇതിന് വളരെയധികം സാധ്യതകളാണ്. അതുകൊണ്ട് ലൈവ്ലിഹുഡ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കൂടാതെ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ സെക്കൻഡറി ഹോർട്ടിക്കൾച്ചർ എന്ന് പറയും, ഹോർട്ടിക്കൾച്ചറിന്റെ വേസ്റ്റുകളിൽ നിന്ന് അടിസ്ഥാനമാക്കിയിട്ട് എനർജി പ്രൊഡക്ഷൻ തുടങ്ങുക എന്നുള്ളത്, അതിലും ഒരുപാട് ജോലി സാധ്യതകൾ ഉള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫുഡ് സെക്യൂരിറ്റി, ന്യൂട്രീഷൻ സെക്യൂരിറ്റി, ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്ന മേഖലകളിൽ ഹോർട്ടിക്കൾച്ചറിന്റെ പ്രാധാന്യം ഇനിയും നമ്മൾ തിരിച്ചറിയാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമ്മൾ ഏരിയ
നേരത്തെ പറഞ്ഞ പോലെ 22 ലക്ഷം ഹെക്ടർ സ്ഥലത്താണ് ഈ ഹോർട്ടിക്കൾച്ചർ വിളകൾ കേരളത്തിലുള്ളത്. ഈ ഏരിയയിൽ ഏകദേശം ഒരു 1/3 ഏരിയ തെങ്ങ് കൃഷിയുടെയാണ്. തെങ്ങാണ് ഏകദേശം 7 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് തെങ്ങ് കൃഷിയാണ് നമുക്കുള്ളത്. അപ്പം ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് കൃഷിസ്ഥലമില്ല, കൃഷിസ്ഥലം കുറവാണെന്നൊരു ധാരണ നമുക്ക് പൊതുവെ ഉണ്ട്. വാസ്തവത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 7 ലക്ഷം, അതായത് 3/1 ഏരിയ, ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിന്റെ 3/1 ഏരിയ, ഈ 3/1 ഏരിയ ഓക്കുപ്പൈ ചെയ്യുന്ന തെങ്ങിന്റെ കൃഷിയിടങ്ങൾ നമ്മൾ നോക്കിയാൽ മിക്കവാറും ശൂന്യമായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ തന്നെ വളരെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള കൾട്ടിവേഷൻ ആയിരിക്കും അവിടെയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് വാസ്തവത്തിൽ മറ്റ് പല വിളകളും കൃഷി ചെയ്യാവുന്നതാണ്, ഇടവിളകളെല്ലാം കൃഷി ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ നമ്മൾ ഇതിൻ്റെ ഏരിയ കൂട്ടാൻ പ്രയാസമല്ല. ഇത് തന്നെയാണ് മറ്റു പല വിളകളിലും. ഇപ്പോൾ പ്ലാന്റേഷൻ ക്രോപ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ചില നിബന്ധനകൾ, നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്ലാന്റേഷൻ നിയമങ്ങളുടെ അനുസരിച്ചിട്ട് ഇടവിളകൾ കൃഷി ചെയ്യാൻ പരിമിതികളുണ്ട്. എങ്കിൽ പോലും പല ഓർച്ചാർഡ്സിൽ നമുക്ക് ഇതിന്റെ ഏരിയ എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്കോപ്പുണ്ട്. ഇതില് നമ്മൾ പ്രൊഡക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ജനറലായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രൊഡക്ടിവിറ്റി, ഇപ്പോൾ ഉദാഹരണം തെങ്ങ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണെന്ന് കാണേണ്ടി വരും. ഏകദേശം ഒരു തെങ്ങിൽ നിന്നും 40 താഴെ തേങ്ങ മാത്രമേ നമുക്ക് ഒരു വർഷത്തിൽ കിട്ടുന്നുള്ളൂ. ഇത് വളരെ കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങൾ, അയൽ സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് വളരെ കുറവാണ്. അപ്പം നമുക്ക് ശേഷം റീസെൻ്റ് ആയിട്ടാണ് മറ്റ് അയൽ സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടകയിലേക്ക് തെങ്ങ് കൃഷി വ്യാപകമായത്. അവിടെ വെച്ച് നോക്കുമ്പോൾ, അവരുടെ ഈൽഡ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറവാണ്. അപ്പോൾ ഈ ഈൽഡ് കുറവിന് കാരണമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പല കൃഷിയിടങ്ങളിലും വളരെ സെനയിലായിട്ടുള്ള, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള തെങ്ങുകളാണ് സാധാരണ കാണുന്നത്. അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള തെങ്ങുകളാണ്. അപ്പോൾ അത് റീപ്ലാന്റ് ചെയ്യാനുള്ള പദ്ധതികളൊന്നും ഇഫക്റ്റീവായിട്ട് ഇപ്പോഴും നടന്നിട്ടില്ല. അത് അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. വേറൊന്നുള്ളത്, പുതിയ ഇനങ്ങൾ, ഇപ്പം തെങ്ങിൻ്റെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ നമ്മൾ പല പുതിയ ഇനങ്ങളൊക്കെ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കൃഷിക്കാരിലേക്ക് എത്തുന്നില്ല. പലപ്പോഴും കൃഷിക്കാർക്ക് ഇപ്പോഴും അത് വ്യാപകമായിട്ട് എത്തുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ പുതിയ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കുമ്പോൾ ലേറ്റസ്റ്റ് വെറൈറ്റീസ് ഒക്കെ കൃഷിക്കാരിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് കൃഷിക്കാർക്ക് സമയത്ത് എത്തിക്കുക എന്നുള്ളതൊരു വലിയ ചുമതലയാണ്. അപ്പോൾ വേറെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ, ഈ നമ്മൾ പാക്കേജ് പ്രാക്ടീസസ് ഒക്കെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ട് തെങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് POP ഉണ്ട്. പക്ഷെ പലപ്പോഴും ഈ പാക്കേജ് പ്രാക്ടീസസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇക്കണോമിക് വയബിലിറ്റി ഒരു പ്രശ്നമാകാറുണ്ട്. പലപ്പോഴും കൃഷിക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പം അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ തെങ്ങിൻ്റെ വില, കിട്ടുന്ന വില, തെങ്ങിൻ്റെ ആദായം, പിന്നെ അത് മാനേജ് ചെയ്യാനുള്ള പ്രയാസം, ഇതെല്ലാം കൊണ്ട് നമ്മൾ പാക്കേജ് യഥാവിധി അഡോപ്റ്റ് ചെയ്യാനുള്ള പ്രയാസം കർഷകർക്കുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ അത് വേറൊരു പ്രശ്നമാണ്. പിന്നെ പെസ്റ്റ് ഡിസീസിൻ്റെ കൺട്രോൾ, അത് ഇഫക്റ്റീവായിട്ട് ചെയ്യണം. കർഷക സൗഹൃദമായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യം. ഞാൻ ഒരു ഉദാഹരണം തെങ്ങിൻ്റെ കാര്യത്തിൽ എടുത്തതേ ഉള്ളൂ. മറ്റുള്ള വിളകൾ നമുക്ക് പരിശോധിക്കാം. ഇനി വേറൊന്നുള്ളത്, നമ്മുടെ ഈ ഇപ്പോഴത്തെ പ്രധാന വിളകൾ, അതായത് ഇപ്പോൾ റബ്ബർ, കശുമാവ്, കപ്പ, തേയില, ടീ, കോഫി, പൈനാപ്പിൾ, കൊക്കോ, ഇങ്ങനെ പ്രധാനപ്പെട്ട നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന നട്ടലായിട്ടുള്ള ഇത്തരം ക്രോപ്പുകൾ വാസ്തവത്തിൽ വളരെ റീസെന്റ് പാസ്റ്റിലാണ് നമ്മൾ കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഒരു 350 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇത് കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ കാപ്പി, പൈനാപ്പിൾ, കശുവണ്ടിയൊക്കെ ഒരു 350 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അതിനുശേഷമാണ് റബ്ബർ ആണെങ്കിൽ റബ്ബർ 140 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് കേരളത്തിലേക്ക് എത്തിയത്. 120 വർഷങ്ങൾക്ക് മുമ്പാണ് റബ്ബർ കേരളത്തിലേക്ക് എത്തുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട കപ്പ, തേയില, ഇത് രണ്ടും വെറും 140 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് കേരളത്തിൽ മലയാളിയുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായിട്ടുള്ള ചായ, കപ്പ, ഇതൊക്കെ വെറും 120 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അതിനകത്ത് തന്നെ നമ്മൾ സംശീകരിച്ചിരിക്കുന്നു, ഇത് ഇന്റഗ്രൽ പാർട്ടായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ ഇനിയും പല വിളകൾക്കും
ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടോ അത് അടുത്ത കാലത്തായിട്ട് അതിനുള്ളൊരു ശ്രമങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. പല വിളകളിലും, ഫലവർഗ വിളകളാണെങ്കിലും പച്ചക്കറി ആണെന്നുണ്ടെങ്കിലും പൂക്കൾ അലങ്കാര ചെടി ആണെന്നുണ്ടെങ്കിലും ഇനിയും അത് നമ്മുടെ നാട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ന്യൂ ക്രോപ്പ് ഇൻട്രൊഡക്ഷൻ ഒരു മേജർ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ റിസർച്ച് സ്റ്റേഷൻസ് ഗവേഷണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ്. ഇന്നിപ്പോൾ നമ്മൾ പലതരം പുതിയ തരം വിളകളെ പറ്റി കേൾക്കാറുണ്ടെങ്കിലും പലതും കാണാറുണ്ടെങ്കിലും ഇതൊക്കെ കൃഷിക്കാരുടെ ഒരു എഫർട്ടിന്റെ സംഭവമായിട്ടുണ്ടായതാണ്. അത് പ്രോപ്പറായിട്ടുള്ള ഒരു ഡിഫറെന്റ് ഇക്കോളജിക്കൽ കണ്ടീഷൻസിൽ ഒന്നും ടെസ്റ്റിംഗ് കഴിഞ്ഞതല്ല. മാത്രമല്ല പലപ്പോഴും അത് അതിന്റെ പ്രൊഡക്ടിവിറ്റിയും മറ്റു കാര്യങ്ങളൊന്നും അവർ പഠിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ടും അത് പോപ്പുലറൈസ് ചെയ്യാണ്. മാത്രമല്ല ചില കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ അത് ഇൻവേസീവ് സ്പീഷീസ് ആയിരിക്കും. ഇൻവേസീവ് സ്പീഷീസ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഒരെണ്ണം മതി നമ്മൾ മറ്റുള്ള വിളകൾ സ്പോൺസർ ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ഗൗരവതരമായിട്ട് നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സംഗതിയാണ് ന്യൂ ക്രോപ്പ് ഇൻട്രൊഡക്ഷൻ. അതിന് ഡിഫറെന്റ് അഗ്രോ ഇക്കോളജിക്കൽ കണ്ടീഷൻസിൽ നമ്മൾ ടെസ്റ്റിംഗ് നടത്തി, സ്ക്രീനിങ് നടത്തി, അതിന്റെ ഇക്കണോമിക് വയബിലിറ്റി മറ്റ് പല ആസ്പെക്റ്റുകളും സ്റ്റഡി ചെയ്തതിനു ശേഷം അത് കൊണ്ടുവരേണ്ടത് വളരെ വളരെ അസെൻഷ്യലാണ്. അതിനെ പറ്റിയിട്ട് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം എന്നെനിക്ക് പറയാനുള്ളത്. പിന്നെ ഉള്ളത് നോവൽ പുതിയ വെറൈറ്റീസ്. ഈ എക്സിസ്റ്റിംഗ് ഇതിന്റെ തന്നെ ക്രോപ്സിന്റെ തന്നെ പുതിയ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് ഇവിടെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല. ഇതിന് വേരിയബിലിറ്റി ഉണ്ട്. എല്ലാ ക്രോപ്സിനും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഇപ്പോൾ വാഴ, ഇഞ്ചി അങ്ങനെയുള്ള പലതിനും നാച്ചുറലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന വേരിയബിലിറ്റി ഉണ്ട്. ഈ വേരിയബിലിറ്റി നമ്മൾ ശരിക്കും പറഞ്ഞു തന്നാൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല, യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള എക്സ്പ്ലോറേഷൻ നമ്മൾ തീർച്ചയായിട്ടും നടത്തണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ വേരിയബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള വേരിയൻസ് നമ്മളെ സിറ്റുവേഷൻ ഓൾറെഡി അഡാപ്റ്റഡ് ആണ്. പുതുതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കർഷകരിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് അതിന് വലിയ പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ കൃഷിക്കാർക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെയുള്ള നാച്ചുറൽ വേരിയബിലിറ്റി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. വേറൊന്നുള്ളത് ബ്രീഡിംഗ് പ്രോഗ്രാംസ് ആണ്. ബ്രീഡിംഗ് പ്രോഗ്രാംസിൻ്റെ നമുക്ക് വളരെ പല വിളകളിലും അത് കാര്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ ചില വിളകളിൽ മാത്രമായിട്ട് നമ്മൾ പരിമിതപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരു അലങ്കാര ചെടിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഡോർ ഫോളിയേജ് പ്ലാന്റ് എന്ന് പറയുന്നത് ആഗ്ലോണിമ. അതിനകത്ത് 100 കണക്കിന് വെറൈറ്റീസ് ഉണ്ട്. ഈ 100 കണക്കിന് വെറൈറ്റീസ് വാസ്തവത്തിൽ അത് നമ്മളൊരു പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ രസകരമാണ്. അഗ്ലോണിമയുടെ ഏറ്റവും നല്ല ബ്രീഡിംഗ് സെന്റർ ഉള്ളത് ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയിലെ ബ്രീഡേഴ്സ് പുതിയ വെറൈറ്റീസ് ഇറക്കും. അത് പ്രീമിയം പ്രൈസ് വലിയ വില കൊടുത്തിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് വാങ്ങിക്കൊണ്ട് പോകുന്നു. അവരവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ടിഷ്യൂകൾച്ചർ ലാബുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്ലാന്റ്സുകളെല്ലാം നേരെ നെതർലാൻഡ്സിലേക്ക് പോകുന്നു. നെതർലാൻഡ്സിലെ ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങളിൽ, അതായത് ഗ്രീൻ ഹൗസ് കണ്ടീഷനിൽ അത് വളർത്തി ഏറ്റവും നല്ല പ്ലാന്റ്സ് ആക്കി വളർത്തിയെടുത്ത ശേഷം അത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിസ്റ്റത്തെ പറ്റി നമ്മൾ വാസ്തവത്തിൽ അവെയർ അല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇവിടെ കേരളത്തിൽ നമ്മൾ ഈ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഇത് നമുക്ക് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓർക്കിഡ്സ് കേരളത്തിൽ ഏറ്റവും കൺജീനിയലായിട്ടുള്ള കണ്ടീഷൻ ആണ് ഓർക്കിഡിന്റെ വളർത്താൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ കഴിഞ്ഞ 1-2 ഡെക്കേഡ്സിന്റെ എഫേർട്സ് എടുത്തിട്ട് പോലും ഓർക്കിഡ്സിന്റെ കൾട്ടിവേഷൻ കേരളത്തിൽ അങ്ങോട്ട് പിക്കപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ഓർക്കിഡ് ബ്രീഡിങ് ടേക്കപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം അതിനുള്ള എല്ലാ ഡിഫറെന്റ് അഗ്രോ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഓർക്കിഡ് ബ്രീഡിങ് നമുക്ക് എടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഓർക്കിഡ് ഏറ്റവും പുതിയ വെറൈറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാന മാർഗമായിട്ട് കൃഷിക്കാർക്കും സ്റ്റേറ്റിന് തന്നെ നല്ല മാർഗമായിട്ട് എടുക്കാവുന്നതാണ് ഓർക്കിഡ്സിന്റെ. വേറൊന്ന് പറയുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില ട്രേറ്റ്സ്, ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കുരുമുളകില് ഇപ്പൊ സ്പൈക്ക് ബ്രാഞ്ചിങ് എന്നൊരു ട്രേറ്റ് ഉണ്ട്. അതായത് ഒരു തിരി ആണല്ലോ സാധാരണ കുരുമുളകിന് കിട്ടുന്നത്, ഒരു തിരി. അതിനകത്ത് പന്നിയൂർ ഒന്നാണെങ്കിൽ ഏകദേശം 80 മണിയോളം ഉണ്ടാവും. പക്ഷെ ഈ തെക്കൻ എന്നൊരു വെറൈറ്റി കർഷകന്റെ വെറൈറ്റിയാണ്, അയാൾ കണ്ടെത്തിയ വെറൈറ്റിയാണ്. അതിനകത്ത് 30-35 ബ്രാഞ്ചസ് ഉണ്ടാവും ഒരു തിരിക്ക്. ആ എല്ലാ ബ്രാഞ്ചസിലും കൂടെ ഒരു 300 തൊട്ട് 400 വരെ മണി ഉണ്ടാവും. പക്ഷേ അഫ്കോഴ്സ് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ മുന്തിയ ഇനം പന്നിയൂറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ട്രേറ്റ് നമ്മൾ പന്നിയൂർ ഇനത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ബ്രീഡിംഗ് പ്രോഗ്രാമിൽ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ
നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വളരെ വലിയൊരു സഹായമായിരിക്കും. പക്ഷേ ഇതിൽ കേരള കാർഷിക സർവകലാശാലയിൽ മറ്റ് ചില ഗവേഷണ സ്ഥാപനങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചില വർക്ക് നടത്തിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇതൊന്നും ഇത് മുന്നോട്ട് പോയിട്ടില്ല. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഉള്ള പല ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസും ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ വാർ ഫുട്ടിങ്ങിൽ തന്നെ നമ്മൾ നടത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എത്രയോ ഫ്രൂട്ട്സും വെജിറ്റബിൾസിലും ഓർണമെന്റ്സിലും ഒക്കെ വളരെയധികം പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇത്തരം ഗവേഷണങ്ങളിൽ ഏർപ്പെടാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഏരിയ നമുക്ക് അവിടെ ലിമിറ്റ്, കേരളത്തിൽ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ 39 ലക്ഷം ഹെക്ടർ മാത്രമേ ഉള്ളൂ. അതിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആൾമോസ്റ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് 26 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പുതുതായിട്ട് ഏരിയ ഇല്ല എന്നുള്ളൊരു ആക്ഷേപം നമുക്കുണ്ട്. പക്ഷേ ഉള്ള ഏരിയയിൽ തന്നെ കൂടുതലായിട്ട് നമുക്ക് പലതും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം. പല രീതികൾ നമുക്ക് മാറ്റാണ്ട് വരും. ഒരു ഉദാഹരണത്തിൽ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ ശരിക്കും പറയുന്ന മോണോക്രോപ്പിങ്ങിന് വളരെ സാധ്യതയില്ല. ഇപ്പോൾ തെങ്ങ് തന്നെ ഉദാഹരണം, മോണോക്രോപ്പിന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉള്ള കഷ്ടനഷ്ടങ്ങൾ, കൃഷിക്കാർക്ക് ഒരു ക്രോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ അവർ പലപ്പോഴും ആത്മഹത്യ ചെയ്യേണ്ടി വരും. മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്രോപ്പിൽ നിന്ന് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ക്രോപ്പിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് വരുന്ന ആ ഇക്കോ സിസ്റ്റത്തിനൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റിക്ക് ലെവലിൽ വ്യത്യാസമുണ്ട്, അതിന് മൈക്രോ ക്ലൈമറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഷെയറിങ് ഈ പറഞ്ഞ ഇൻപുട്സിനെയും ലൈറ്റും വെള്ളവും ഒക്കെ ഷെയർ ചെയ്തിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്, ഏതൊക്കെ മൾട്ടിപ്പിൾ ക്രോപ്സ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്സ് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ക്രോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഈ ഏരിയ നമുക്ക് വളരെയധികം കൂട്ടാൻ പറ്റും. ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ടോട്ടൽ ഏരിയ നമുക്ക് കൃഷി ചെയ്യുന്ന ഏരിയ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. വേറൊന്നുള്ളത് ഈ ന്യൂട്രീഷൻ ഗാർഡൻ, കേരളത്തിലെ ഓരോ ഹോം സ്റ്റേസിലും ന്യൂട്രീഷൻ ഗാർഡൻ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പല പ്രയോജനങ്ങളുണ്ട്. ഒന്നാമതായിട്ട് വെജിറ്റബിൾ കൾട്ടിവേഷൻ്റെ ഏരിയ നമുക്ക് കൂട്ടാൻ പറ്റും. കാരണം 25 ലക്ഷത്തോളം ഹോം സ്റ്റേസ് കേരളത്തിലുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അവിടെയെല്ലാം നമ്മൾ എല്ലാത്തിനും അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു ശതമാനം ഹോം സ്റ്റേസിലും ന്യൂട്രീഷൻ ഗാർഡൻ അഥവാ കിച്ചൺ ഗാർഡൻ നമ്മൾ എക്സസ് ചെയ്യുകയാണെങ്കിൽ ഒരു 1.5 സെന്റിൽ നമ്മൾ ചെയ്താൽ തന്നെ ഒരു വലിയൊരു അളവിൽ നമ്മൾ ഏരിയ വർദ്ധിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല അവരുടെ സേഫ് ടു ഈറ്റ് ഫുഡ് അവർക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അവരുടെ ഡിപ്പെൻഡൻസി മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള നമ്മുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഫുഡിൻ്റെ ഫ്രീഡം, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ന്യൂട്രീഷൻ ഗാർഡനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ട്, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടത് വ്യാപകമായിട്ട് ടൈം ബൗണ്ട് ആയിട്ടുള്ള പ്രോഗ്രാംസ്, മിഷൻ മോഡ് പ്രോഗ്രാംസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് വേണം ചെയ്യാൻ. കാരണം ന്യൂട്രീഷൻ ഗാർഡനെ കുറിച്ച് ഞങ്ങൾ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഞങ്ങൾ സംസാരിക്കുന്ന അരനൂറ്റാണ്ട് മുമ്പ് തന്നെ സംസാരിക്കുന്നതിന് ഇന്നും കാര്യമായിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട്, ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള എഫർട്സ് ഈ കാര്യത്തിൽ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നുള്ളത്, ഈ വിദ്യാർത്ഥികളെ ഓപ്പൺ ചെയ്യുക, വിദ്യാർത്ഥികളെ കൂടെ ഈ ഇതിൻ്റെ ഭാഗമാക്കി എടുക്കുക. നമ്മുടെ പ്രൊഡക്ഷൻ പ്രോഗ്രാം, എസ്പെഷ്യലി വെജിറ്റബിൾസ്, അതിൻ്റെ സ്കൂൾ പ്രോഗ്രാംസിൽ സ്കൂളിൽ വെജിറ്റബിൾ കൾട്ടിവേഷൻ പ്രൊമോട്ട് ചെയ്യുക. ഇപ്പം തന്നെ കുറേ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് റീസണായിട്ട്. പക്ഷെ അതൊന്ന് കൂടുതലായിട്ട് വ്യാപിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ പലതരം വിളകളുമായിട്ട് ഉള്ള പരിചയം, കൃഷിക്കാരൻ്റെ ജീവിതമായ സാഹചര്യമായിട്ടുള്ള പരിചയം, അതിൻ്റെ ബുദ്ധിമുട്ട്, അതിൻ്റെ മാർക്കറ്റിംഗ്, അങ്ങനെ അവർ ഒരു ഭാവിയിൽ എൻ്റർപ്രണേഴ്സായിട്ട് വരാനുള്ള സാധ്യത, അവരുടെ കൃഷിക്കാരൻ്റെ എക്കണോമിക്സ് എന്താണെന്നുള്ള അവർ മനസ്സിലാക്കുക, അങ്ങനെ പല കാര്യങ്ങൾ ഒരുപക്ഷെ കരിക്കുലത്തിൽ തന്നെ ഇത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. വേറെന്നുള്ളത് പാർട്ടിസിപ്പേറ്ററി പ്രൊഡക്ഷൻ. കേരളത്തിലെ കോൺടെസ്റ്റിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പാർട്ടിസിപ്പേറ്ററി പ്രൊഡക്ഷൻ, അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് നമ്മൾ പാർട്ടിസിപ്പേറ്ററി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഫർട്ട് നമ്മൾ എടുത്ത് നോക്കാം. പാർട്ടിസിപ്പേറ്ററി പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനുള്ള അഡ്വാൻറ്റേജ്, പല കൃഷിയിടങ്ങളും ഇന്ന് ഉടമസ്ഥനില്ലാതെ അനാഥമായിട്ട് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അനാഥമായിട്ട് ചിലപ്പം ചെറിയ ചില വിളകൾ മാത്രം ഇവിടെ ഉണ്ടാവും, വളരെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ക്രോപ്സ് ഉണ്ടാവും. പലപ്പോഴും ഇതിൻ്റെ ഉടമസ്ഥന് ഒരു കൃഷിക്കാരനാകണമെന്നില്ല. അവർക്ക് എന്താണ് കൃഷി ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, അതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ, ഏതാണ് ഏറ്റവും ഇക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള ക്രോപ്പ് കോമ്പിനേഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞത പലപ്പോഴും ഉണ്ട്. അത് വലിയ തോതിൽ ഈ കേരളത്തിലെ പല മേഖലകളിലും
ഈ പറയുന്ന തരത്തിലുള്ള അനാഥമായി കിടക്കുന്ന കൃഷിയിടങ്ങളുണ്ട്. ഇത് കുറച്ച് എഫർട്ടൊക്കെ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇത് ഒരു വലിയ പ്രോഗ്രാമായിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്ററി പ്രൊഡക്ഷൻ ഏറ്റെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അത് എയ്തർ ഡെവലപ്മെൻറ്റ് ഏജൻസീസും അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷൻസും അല്ലെങ്കിൽ കർഷക കൂട്ടായ്മകളും ഇത് മുന്നിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിസിപ്പേറ്ററി പ്രൊഡക്ഷൻ വേറെ പല അഡ്വാൻറ്റേജും ഉണ്ട്. ഒന്ന്, പാർട്ടിസിപ്പേറ്ററി പ്രൊഡക്ഷൻ അവരെ കൂടെ ഇൻവോൾവ് ചെയ്യിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് അത് അവരുടെ മാർക്കറ്റിങ്ങിനടക്കം അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പ്രൊഡ്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള സപ്പോർട്ട്, അതിന് വില കിട്ടാനുള്ള സപ്പോർട്ട്, മാർക്കറ്റിങ്ങിനുള്ള സപ്പോർട്ട്, ഇനി അത് പ്രോസസ്സ് ചെയ്യാനുള്ള സപ്പോർട്ട്, അങ്ങനെയുള്ള സപ്പോർട്ടെല്ലാം നമുക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ള ഒരു സ്ഥിതി, ഇതെല്ലാമാണ് പാർട്ടിസിപ്പേറ്ററി പ്രൊഡക്ഷൻ്റെ അഡ്വാൻറ്റേജ്. അപ്പം അതൊരു വലിയ പ്രോഗ്രാമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോർട്ടിക്കൾച്ചർ വിളകളുടെ കാര്യത്തിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസിൻ്റെ ഒരു 4/1 ഏകദേശം 25% നഷ്ടം, ക്രോപ്പ് ലോസ് വരുന്നുണ്ട്. കാരണം പ്രോപ്പർ ഹാൻഡ്ലിങ്ങിൽ, ഹാർവെസ്റ്റിങ്ങും പോസ്റ്റ് ഹാർവെസ്റ്റ് ഹാൻഡ്ലിങ്ങിലും നമുക്ക് നഷ്ടപ്പെടുന്ന ഏകദേശം 4/1 പ്രൊഡ്യൂസാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫുഡ് സെക്യൂരിറ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മിനിമൈസ് ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ വളരെയധികം കൂട്ടാൻ സാധിക്കും. അപ്പോൾ അതിന് ശരിക്ക് പ്രോസസ്സിങ് ആൻഡ് വാല്യൂ അഡിഷൻ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. പ്രോസസ്സിങ് ആൻഡ് വാല്യൂ അഡിഷൻ എന്ന് പറയുമ്പോൾ മിക്ക വിളകൾക്കും ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സിങ് ടെക്നോളജി, വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത പ്രോസസ്സിങ് ടെക്നോളജി തന്നെ അഡോപ്റ്റ് ചെയ്താൽ അതിൻ്റെ വാല്യൂ പല മടങ്ങ് വർദ്ധിക്കും. ഒരു ഉദാഹരണം എടുക്കാൻ, നമ്മൾ കൂവ എന്ന് പറഞ്ഞ ചെടിക്ക് നമുക്കൊരു കൂവ കിഴങ്ങിന് ഒരു 100-150 രൂപ ഒരു കിലോയ്ക്ക് കിട്ടിയെന്നിരിക്കും, പച്ചയ്ക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹാർവെസ്റ്റ് ചെയ്ത് ഉടനെയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അതിൻ്റെ പൊടിയാക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എല്ലാ കർഷകർക്കും ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഫെസിലിറ്റീസ് ഒന്നും വേണ്ട. ഒരു കർഷകർ അത് പൊടിയായിട്ട് വയ്ക്കണം. ഇതിൻ്റെ പല മടങ്ങാണ് അതിൻ്റെ വില വർദ്ധിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു ചെറിയ വാല്യൂ അഡിഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോസസ്സിങ് പ്രോസസ്സ്, വാല്യൂ അഡിഷൻ, ഇത്തരം കാര്യങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം വാല്യൂ അഡിഷൻ പണ്ടൊക്കെ നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കൃഷി എന്ന് പറയുന്നത് വിത്ത് മുതൽ വിളവ് വരെ എന്നുള്ളതായിരുന്നു. ഇന്ന് അത് വ്യത്യാസം വന്നിരിക്കുന്നത് വിത്ത് മുതൽ വിപണി വരെ എന്നാക്കിയിട്ടുണ്ട്. ഈ കർഷക ആത്മഹത്യയുടെയൊക്കെ ഒരു പ്രധാന കാരണം വിത്ത് മുതൽ വിളവ് വരെ എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണ്. ആ കോൺസെപ്റ്റ് ശരിക്കും മാറ്റേണ്ട കാലമായി, വിത്ത് മുതൽ വിപണി വരെ. അപ്പോൾ ഈ പറയുന്ന ആഫ്റ്റർ ഹാർവെസ്റ്റ് നടക്കുന്ന പ്രോസസ്സുകളിൽ കൃഷിക്കാരൻ്റെ പങ്കുണ്ടാകണം. കൃഷിക്കാരന് അതിൻ്റെ ആദായം കിട്ടണം. ഈ പറയുന്ന പോലെ വാല്യൂ അഡിഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഇഫക്റ്റീവായിട്ട് മാർക്കറ്റിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം അവനിലേക്ക് തിരിച്ചെത്തണം. അത് നമ്മൾ എൻഷുർ ചെയ്യണം. അത് പലതരത്തിൽ നമുക്ക് എൻഷുർ ചെയ്യാവുന്നതേ ഉള്ളൂ. പലതരത്തിൽ എൻഷുർ ചെയ്യാം. അത് കർഷക കൂട്ടായ്മ വഴിയാണെങ്കിലും അല്ലെങ്കിൽ പബ്ലിക് സെക്ടറോ പ്രൈവറ്റ് സെക്ടറോ ആയിട്ടുള്ള മോഡലുകളാണെങ്കിലും ഒരു ക്രോപ്പ്, ആ ക്രോപ്പിൻ്റെ പ്രോസസ്സിങ്, വാല്യൂ അഡിഷൻ, മാർക്കറ്റിംഗ്, ഇതിൽ കൂടെ ഉണ്ടാകുന്ന വർദ്ധിച്ച വരുമാനം, അതിൻ്റെ ഒരു വിഹിതം കർഷകരിലേക്ക് തിരിച്ചെത്താനുള്ള സംവിധാനം നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. അത് വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ മാർക്കറ്റിംഗ്, അത് വലിയൊരു ഇതായിട്ട് പറയേണ്ടതും മാർക്കറ്റിംഗ് ആണ്. എങ്ങനെ ഇഫക്റ്റീവായിട്ട് മാർക്കറ്റ് ചെയ്യാം അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ കൃഷിക്കാരനെ സംബന്ധിച്ച് അവൻ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ തൊട്ട് അവൻ്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. ശരിക്കും കൃഷി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രശ്നം അവൻ കൃഷി ഹാർവെസ്റ്റ് ചെയ്ത ശേഷമാണ് അവൻ്റെ പ്രശ്നം ആരംഭിക്കുന്നത്. കാരണം വില കിട്ടില്ല. ഇടത്തട്ടുകാർ വന്നിട്ട് വില കുറച്ച് എല്ലാ പ്രൊഡ്യൂസ്, മിക്കവാറുള്ള മാവ്, കപ്പ, ഏത് ക്രോപ്പ് ആയിരുന്നാലും അവൻ്റെ ആ ഒരു വൾണറബിലിറ്റി, അവന് അത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ആകുമ്പോഴത്തേക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പെരിഷബിൾ ആയിരിക്കും. ഈ പെരിഷബിൾ ആയിട്ടുള്ള പ്രൊഡ്യൂസ് അധിക നേരം വെച്ചേക്കാൻ പറ്റില്ല. ഈ ഒരു വീക്ക്നെസ് മുതലെടുത്തുകൊണ്ട് പല ഇടത്തട്ടുകാരും സമീപിക്കുകയും അതിന് കുറഞ്ഞ വിലയ്ക്ക് അവൻ്റെ പ്രൊഡ്യൂസ് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ്, കർഷക സൗഹൃദമായിട്ടുള്ള മാർക്കറ്റിംഗ് വ്യവസ്ഥ, അതൊരു വ്യവസ്ഥ സിസ്റ്റം തന്നെ ആയിരിക്കണം. അതിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചില ഇനിഷ്യേറ്റീവ്സ് ഒക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട്. എസ്പെഷ്യലി ഓർഗാനിക് പ്രൊഡ്യൂസിന്, അതായത് ലോക്കലായിട്ടുള്ള ചന്തകൾ, ചെറിയ ക്ലസ്റ്ററുകൾ, ചെറിയ കർഷക കൂട്ടായ്മകളുടെ ഒരു ചന്തകൾ തുടങ്ങിയിട്ട് ആ ലോക്കൽ മാർക്കറ്റ് കൊണ്ടുവരിക. ഇത് നമ്മളൊരു സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ സാധ്യതകളാണുള്ളത്. അതായത് ലോക്കലായിട്ടുള്ള മാർക്കറ്റ്, അവിടെ ലോക്കലായിട്ടുള്ള ഒരു ഫെസിലിറ്റി, ചെറിയ കർഷക കൂട്ടായ്മയുണ്ട്, ഒരുപക്ഷെ പ്രൊഡ്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള ചെറിയ സൗകര്യങ്ങൾ,
അവിടെ നിന്നിട്ട് ഈ പ്രോസസ്സിങ്ങിനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ചെയ്തിട്ട് ഈ മാർക്കറ്റിലേക്ക് വരും. ഇത് വലിയ മാർക്കറ്റിലേക്ക് പോവുക. ആ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും കർഷക ക്ലസ്റ്റേഴ്സിലേക്ക് വരികയും ചെയ്യണം. എൻ്റെ പ്രാധാന്യം ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഞാൻ ആൾസ്മിയർ, നെതർലാൻഡ്സിലെ ആൾസ്മിയറിലുള്ള വേൾഡ് ഫ്ലവർ ഓപ്ഷൻ സെൻറ്റർ ഞാനവിടെ പോയി അത് കാണാൻ സാധിച്ചു. അവരുടെ ഒരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് ഫ്ലവർ ഓപ്ഷൻ സെൻറ്റർ ആൾസ്മിയർ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ ഫ്ലവർ ഓപ്ഷൻ നടക്കുന്ന, അത് കട്ട് ഫ്ലവേഴ്സിൻ്റെ ഓപ്ഷൻ നടക്കുന്ന ഏറ്റവും വലിയ സെൻറ്ററാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ ബിൽഡിംഗ് കോംപ്ലക്സ് അവരുടേതാണ്. അത് കർഷകരുടെ ഒരു കൂട്ടായ്മയുടെ ഉടമസ്ഥയിലുള്ളതാണ്. സർക്കാരിന് അത് പങ്കില്ല, കർഷകരുടെ തന്നെ. ഇത് ഏകദേശം ഒരു 150 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ കർഷകരുടെ ചന്തയായിട്ട് തുടങ്ങിയതാണ്. ഈ ചെറിയ ചന്തകളിൽ അവർ കട്ട് ഫ്ലവേഴ്സ് കൊണ്ടുവന്ന് വെക്കുകയും അത് ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇന്നിപ്പോൾ അവിടെ ഏറ്റവും ആധുനികമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവിടുത്തെ ഓപ്ഷൻ നടക്കുന്നത്, അവിടുത്തെ ഗ്രേഡിങ് നടക്കുന്നത്, അവിടെ സോർട്ടിങ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലോജിസ്റ്റിക്സ് എല്ലാം എവറിത്തിങ് ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വളരെ എഫക്റ്റീവായിട്ട് നടത്തുന്ന 60 കൺട്രീസാണ്. 60 രാജ്യങ്ങളിൽ നിന്ന് പ്രൊഡ്യൂസ് രാവിലെ അവിടെ എത്തും. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന ബിഡിങ് 11 മണിക്ക് തീരും. ഇതിനകത്ത് തന്നെ അതിനുശേഷം ഈ പ്രൊഡ്യൂസ് എല്ലാം അതിൻ്റെ ഡിഫറെൻ്റ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനം. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള മാർക്കറ്റിങ്ങിൻ്റെ നല്ല മനോഹരമായ സംവിധാനം വെറും ഒരു ചെറിയ കർഷക കൂട്ടായ്മയായിട്ട് 150 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇതിനേക്കാളും മനോഹരമായിട്ട് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള സംശയം വേണ്ട. ഇനി നമ്മുടെ ഹോർട്ടിക്കൾച്ചർ വിളകളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് തുടങ്ങിയ ഹോർട്ടിക്കൾച്ചർ വിളകളുടെ കാര്യം ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഏരിയ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഫ്രൂട്ട്സിൻ്റെയും വിളകളുടെയും, അതായത് ഫലവർഗ വിളകളുടെയും ഏരിയ കുറയുന്നതായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്നത് പ്ലാവിൻ്റെ കാര്യം, പ്ലാവ്, മാവ് അതൊക്കെ പിടിച്ചു നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ പപ്പയ ഇതൊക്കെ പിടിച്ചു നിൽക്കുന്നത് മാത്രം ഏരിയ വാസ്തുവിൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഏരിയ കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാരണങ്ങൾ കാണും. സോഷ്യോ എക്കണോമിക് റീസൺസ് ഒക്കെ ഉണ്ടാവും. എങ്കിലും ഒരു ക്രോപ്പിന്റെ ഇമ്പോർട്ടൻസ്, അതിന് കർഷകന് കൊടുക്കുന്ന ആദായം, കർഷകന് അത് കൃഷി ചെയ്യാനുള്ള സൗകര്യം, ഇതെല്ലാം കണക്കിലെടുത്താണ് അതിൻ്റെ ഏരിയ. പ്ലാവ് കൃഷിക്ക് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു വലിയ ആൾക്കാരുടെ താല്പര്യം അതിൽ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രോസസിങ് ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്, അതിൻ്റെ മാർക്കറ്റിങ്ങിന് നന്നായിട്ട് വരുന്നുണ്ട്. അതിന് പണ്ട് കിട്ടാതിരുന്ന വില ഇപ്പോഴും സാധാരണ കർഷകന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഏരിയ കൂടുന്നുണ്ട്. നമ്മൾ മാവെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് നമുക്കറിയാം മാവിന് നല്ല വില കിട്ടുന്നുണ്ട്. ഒരു കർഷകനെ സംബന്ധിച്ച് ഒരു ഇടത്തരം മാവിൽ നിന്നും അത് ഏകദേശം ഒരു 1000 മാങ്ങ കിട്ടും. 1000 മാങ്ങ എന്ന് പറഞ്ഞാൽ 100-300 കിലോ ഉണ്ടാവും. ഈ 300 കിലോയ്ക്കും ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ ഏകദേശം ഒരു 10,000 രൂപ ഒരു മാവിൽ നിന്ന് കിട്ടും. ഒരു ഹെക്ടർ സ്ഥലത്ത് 150 മാവ് നമുക്ക് നടാമെങ്കിൽ, അങ്ങനെയുള്ള പ്ലാന്റിങ് ആണെന്നുണ്ടെങ്കിൽ തന്നെ വലിയൊരു എമൗണ്ട് ഇതിലേക്ക് കിട്ടും. അതിനകത്ത് പെസ്റ്റ് ഡിസീസ് ഉണ്ടെങ്കിലും അതൊക്കെ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ടെക്നോളജി ഇപ്പോൾ ഉള്ള ഗവേഷണ സ്ഥാപനങ്ങൾക്ക് വികസിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകർക്ക് അതിലൊരു താല്പര്യമുണ്ട് മാവിൻ്റെ കൃഷി. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്യണം. മാവിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രഡീഷണൽ മാംഗോ വെറൈറ്റീസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നതൊക്കെ എല്ലാം 4-5 മുന്തിയ ഇനം വെറൈറ്റിയുടെ ഗ്രാഫ്റ്റാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് കർഷകർ. ഈ ട്രഡീഷണൽ വെറൈറ്റീസ് നമുക്ക് വളരെ അധികം ഉണ്ടായിരുന്നു. കാർഷിക സർവകലാശാലയിൽ തന്നെ എനിക്കൊന്ന് പഠനങ്ങൾ നടത്തിയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് ഏകദേശം 100-ൽ പരം ട്രഡീഷണൽ വെറൈറ്റീസ് നമുക്ക് കേരളത്തിൽ അവശേഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാ ഒരു സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ മാറി വരുന്നു, ലാൻഡ് യൂസ് പാറ്റേൺ മാറുന്നു. ഒരുപക്ഷെ അടുത്തൊരു 10-20 വർഷം കൊണ്ട് ഈ ട്രഡീഷണൽ വെറൈറ്റീസ് ഒക്കെ അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കൺസർവ് ചെയ്യാനുള്ള ഇത്തരം ട്രഡീഷണൽ, മാവിൻ്റെ കാര്യത്തിലല്ല, മറ്റു പല ക്രോപ്സിലും ഇതേ അവസ്ഥയാണ്. മറ്റ് പല ക്രോപ്സിലെയും ട്രഡീഷണൽ വെറൈറ്റീസ് കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വളരെ നല്ലൊരു എഫർട്ട് നമ്മൾ എടുക്കേണ്ടി വരുന്നു. ഇതൊക്കെ മിഷൻ മോഡ് എഫർട്സ് തന്നെ വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട എഫർട്സ് എടുത്തിട്ട് കാര്യമില്ല. ഇത് മിഷൻ മോഡിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കണം. അത്
പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുമിച്ച് സഹകരിച്ചെങ്കിൽ മാത്രമേ ഇഫക്റ്റീവായിട്ട് ഇത്തരം സംരംഭങ്ങൾ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. വേറൊരു വലിയ അവസരം നമുക്കുള്ളത് മൈനർ ഫ്രൂട്ട്സിൻ്റെയാണ്. മൈനർ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് തരം മൈനർ ഫ്രൂട്ട്സ് ഉണ്ട്. അരിനെല്ലിക്ക, നമുക്കറിയാവുന്ന ഒരുപാട് തരം മൈനർ, തെറ്റിക്ക, കാരയ്ക്ക തുടങ്ങി ഒരുപാട് തരം മൈനർ ഫ്രൂട്ട്സ് കേരളത്തിലുണ്ട്. ഈ മൈനർ ഫ്രൂട്ട്സ് നമ്മൾ മാർക്കറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇതൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ്. മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന സാധാരണ മേജറായിട്ടുള്ള ക്രോപ്സിൻ്റെ മാത്രം, ഫ്രൂട്ട് ക്രോപ്സ് മാത്രമേ കിട്ടൂ. മൈനർ ഫ്രൂട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ടുള്ളതാണ് വാസ്തവം. ഈ മൈനർ ഫ്രൂട്ട്സ് ഈ സൗത്ത് ഏഷ്യൻ കൺട്രീസിലൊക്കെ മൈനർ ഫ്രൂട്ട്സ് നിന്ന് ഒരുപാട് പ്രൊഡ്യൂസസ് ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് പ്രോസസ്ഡ് ആയിട്ടുള്ള വസ്തുക്കൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഹെൽത്ത് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മൈനർ ഫ്രൂട്ട്സിൽ നിന്നുള്ള അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കൃഷി, അത് നമ്മൾ ഇനിയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്തരം ഒരു മിഷൻ മോഡ് പ്രോജക്റ്റ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യണം. അത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്ന് തന്നെ നടത്തുന്നതായിരിക്കും സൗകര്യം. അങ്ങനെ പല ക്രോപ്സിൻ്റെയും മൈനർ ക്രോപ്സിൻ്റെ ക്രോപ്പ് ഇംപ്രൂവ്മെൻ്റ് തൊട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സിംഗ് ടെക്നോളജി സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത് തൊട്ട് ഇത് നമ്മൾ ഇഫക്റ്റീവായിട്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ നിന്നും ഹെൽത്ത് ഡ്രിങ്ക്സും അങ്ങനെയുള്ള പ്രൊഡ്യൂസും ഒക്കെ ഉണ്ടെങ്കിൽ, നാച്ചുറൽ പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റും, അതായത് ഔട്ട്സൈഡ് കേരള ഡൊമസ്റ്റിക് മാർക്കറ്റും ഇൻ്റർനാഷണൽ മാർക്കറ്റും നമുക്ക് വളരെ വ്യാപകമായ തോതിൽ പിടിച്ചടക്കാൻ പറ്റുമെന്നുള്ള ഒരു സംശയം വേണ്ട. അതുകൊണ്ട് മൈനർ ഫ്രൂട്ട്സിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ആസ്പെക്റ്റാണ്. വെജിറ്റബിൾസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ വെജിറ്റബിൾസിൻ്റെ 20% മാത്രമേ നമ്മൾ കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 80% നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന വെജിറ്റബിൾസിന് പലതരത്തിലുള്ള ന്യൂനതകളുണ്ടെന്നും പെസ്റ്റിസൈഡ് റെസിഡ്യൂ ഉണ്ടെന്നും ഒക്കെ ഉള്ളത് നമുക്കിന്ന് ഏകദേശം പൊതുബോധ്യമുണ്ട്. ആളുകൾക്കെല്ലാം അതിനെപ്പറ്റി അവെയറാണ്. അതുകൊണ്ട് വെജിറ്റബിൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന ഈ അവയർനെസ് കൊണ്ട് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് ഏകദേശം 25% ഏരിയ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾ പ്രൊഡക്ഷൻ്റെ 25% ഏരിയ. അപ്പോൾ പൊതുജനങ്ങളുടെ അവെയർ ആയിക്കഴിഞ്ഞാൽ ഒരു ക്രോപ്പിൻ്റെ നില മെച്ചപ്പെടും എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ വെജിറ്റബിൾ ക്രോപ്സ് ആണ്. 25% ഇൻക്രീസ് അടുത്ത കാലത്തായിട്ട് ഇത് ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇനിയും കൂട്ടാനുള്ള മാർഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പലതരത്തിൽ നമുക്ക് ഏരിയ അത്തരം മാർഗങ്ങൾ ഉപയോഗിക്കുകയും മേൽത്തരം വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള പെസ്റ്റ് ആൻഡ് ഡിസീസ് അല്ലെങ്കിൽ പ്ലാന്റ് പ്രൊട്ടക്ഷൻ മെഷേഴ്സ് കർഷകന് കൊടുക്കുകയും പിന്നെ മാർക്കറ്റിങ്ങിനുള്ള സഹായം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വെജിറ്റബിൾ പ്രൊഡക്ഷൻ നമുക്ക്. പിന്നെ വേറൊന്നുള്ളത് നോൺ ട്രഡീഷണൽ വെജിറ്റബിൾസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മൾ സാധാരണ കൾട്ടിവേറ്റ് ചെയ്യുന്ന വെജിറ്റബിൾസ് കൂടാതെ, ഉദാഹരണം പറയാം കോവൽ അല്ലെങ്കിൽ നെത്യവഴുതന, ഇതൊക്കെ വളരെ സ്ട്രെസ് ടോളറൻ്റ് ആയിട്ടുള്ള പല കണ്ടീഷൻസിലും പലതരത്തിലുള്ള ബയോട്ടിക് എബയോട്ടിക് സ്ട്രെസ് കണ്ടീഷൻസ് വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ളതാണ്. വളരെ ചെറിയ അറ്റൻഷനോട് കൂടി തന്നെ കർഷകർക്ക് കൃഷി ചെയ്യാവുന്ന ചില ക്രോപ്സ് ഉണ്ട്. അതിൽ നിന്നും അത് പോപ്പുലറൈസ് ചെയ്യുക, അമരപ്പയർ ഇങ്ങനെയുള്ള ചിലത് നമ്മൾ ട്രഡീഷണലായിട്ട് കൃഷി ചെയ്യാത്ത ചില വിളകളെ പറ്റിയിട്ട് കൂടുതൽ ഒരു അവയർനെസ് കർഷകർക്ക് ഇടയിൽ ഉണ്ടാക്കുകയും അതിനെ അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. പ്ലാന്റേഷൻ ക്രോപ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റബ്ബറിന്റെ ഏരിയ കുറയുകയാണ്. 5.5 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് റബ്ബർ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പൊ 5 ലക്ഷം ഹെക്ടർ ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. ഒരു രാഷ്ട്രീയ നല്ലൊരു വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇത് പലപ്പോഴും പല റീസൺസ് ഉണ്ടായിരിക്കും, അതിൻ്റെ കീഴിൽ പല റീസൺസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഈ ചില പ്ലാന്റേഷൻ നിയമ വ്യവസ്ഥിതികളുണ്ട്. ഇതിനകത്ത് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്, മറ്റു പല വിളകളും ഇതിനകത്ത് കൃഷി ചെയ്യാൻ പാടില്ലെന്നുള്ള നിയമമുണ്ട്. ഈ നിയമ വ്യവസ്ഥയിൽ റിലാക്സേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ റബ്ബർ തോട്ടങ്ങളിൽ വളർത്തിയെടുക്കാവുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് മെഡിസിനൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഈ കട്ട് ഫോളിയേജ് എന്ന് പറയുന്നത് ഈ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഫോളിയേജ് പ്ലാന്റ്സ്, ചില പ്രത്യേകതരം ഫോളിയേജ് പ്ലാന്റ്സ് റബ്ബർ പ്ലാന്റേഷൻ വളർത്താമെന്ന് കണ്ടുണ്ട്. ഇതിന് ഇന്റർനാഷണൽ മാർക്കറ്റ് വളരെയധികം ഡിമാൻഡ് ഉള്ളതാണ്. അപ്പോൾ അത്തരം വിളകൾ, സെലക്റ്റീവ് ആയിട്ടുള്ള വിളകൾ നമ്മൾ പ്ലാന്റേഷനിൽ വളർത്തിയെടുത്ത് പ്ലാന്റേഷനിൽ നിന്നുള്ള പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അതിൽ നിന്നുള്ള ആദായം കൂട്ടാനും ഈ പ്ലാന്റേഷനെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. അതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഇത് കശുമാവിൻ്റെ കേസിലാണെങ്കിൽ, കശുമാവിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. സ്പൈസസ് ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
അടുത്ത കാലത്ത് വർധന ഉണ്ടായിട്ട് ഏരിയ വൈസ് വർധന ഉണ്ടായിട്ടുള്ളത് ജാതി, നട്ബങ്കിലും ഇഞ്ചിയിലുമാണ്. അപ്പം കൃഷിക്കാർക്ക് ലാഭകരമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കൾട്ടിവേറ്റ് ചെയ്യും, കൂടുതൽ ശ്രദ്ധിക്കും, കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ളൊരു ഉദാഹരണമാണ്. ജാതി കൃഷിക്ക് വലിയൊരു പ്രോത്സാഹനം ഒന്നും പുറമേ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും കർഷകർ ആ ക്രോപ്പ് ഏറ്റെടുത്തു. കാരണം അതിൻ്റെ വില സ്ഥിരതയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പെസ്റ്റ് ആൻഡ് ഡിസീസ് അധികം കാര്യമായി ബാധിക്കുന്നില്ല, വളർത്താനുള്ള സൗകര്യം, ഇതൊക്കെ കണക്കിലെടുത്തിട്ട് ഇന്നിപ്പം നട്ബഗിൻ്റെ ഏരിയ കൂടിയിട്ടുണ്ട്. ഇഞ്ചിയുടെ ഏരിയ ഏകദേശം 23,000 ഹെക്ടർ സ്ഥലത്ത് നമ്മൾ നട്ബ കൃഷി ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഇൻക്രീസ് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇഞ്ചി കൃഷി നേരത്തെ ഒരു 10-25,000 ഹെക്ടർ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഇഞ്ചി കൃഷി ഇന്ന് 33,000 ഹെക്ടർ സ്ഥലത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ ആദായകരമായ ഒന്ന് കൃഷി കർഷകർ കൂടുതലായിട്ട് കൃഷി ഇടത്തിലേക്ക് വരും എന്നുള്ള സംശയമില്ല. അതേസമയം പെപ്പർ, കുരുമുളക്, അതിൻ്റെ പലവിധ പ്രശ്നങ്ങൾ നമുക്കറിയാം. കർഷകൻ അഭിമുഖീകരിച്ച പല വിധത്തിലുള്ള പെസ്റ്റ് ഡിസീസ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെപ്പറിൻ്റെ ഏരിയ വളരെ കുറഞ്ഞ് ഇന്നിപ്പോൾ 83,000 ഹെക്ടർ സ്ഥലത്തേക്ക് അത് ചുരുങ്ങി. 83,000. ഇതിന് വേറെയും പല റീസൺസ് ഉണ്ട്. ഒന്നാമത് പല റബ്ബർ പ്ലാന്റേഷൻ പെപ്പറിൻ്റെ പ്ലാന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പെപ്പറിൻ്റെ പലതും സെനയിലായിട്ടുണ്ട്, പലരും വളരെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് റീപ്ലാന്റ് ചെയ്യണം. ഇത് റീപ്ലാന്റ് ചെയ്യാനുള്ള പ്ലാന്റിങ് മെറ്റീരിയൽ കർഷകന് കിട്ടുന്നില്ല എന്നുള്ള വാസ്തവമാണ്. 10-40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രൊഡ്യൂസ് ഇറക്കിയിരുന്ന പന്നിയൂർ 1 എന്ന വെറൈറ്റിയുടെ പോലും, പന്നിയൂർ 1 വെറൈറ്റീസ് നമ്മൾ അതിനുശേഷം ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി, പുറത്തിറക്കുകയുണ്ടായി. പക്ഷേ ആദ്യത്തെ വെറൈറ്റി പോലും സഫിഷ്യൻ നമ്പറിൽ കൃഷിക്കാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് പ്ലാന്റിംഗ് മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വിളയിലും ഈ ഒരു പ്രശ്നമുണ്ട്. സെനയിലായിട്ടുള്ള പ്ലാന്റ്സ് റീപ്ലേസ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. സഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒലിയോറിസിൻ പ്രോസസിങ് ടെക്നോളജി നമ്മൾ കർഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ പ്ലാന്റേഷൻ സ്പൈസസ് ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആരോമാറ്റിക് പ്ലാന്റ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ആരോമാറ്റിക് പ്ലാന്റ്സും നമുക്ക് അറിയാവുന്ന ക്രോപ്സ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൾട്ടിവേഷനൊക്കെ ഒരു 500 ഹെക്ടറിൽ താഴെയാണ് പലപ്പോഴും ഉണ്ടാകുക. പല പ്രധാനപ്പെട്ട ആരോമാറ്റിക് ക്രോപ്സിൻ്റെയും ഏരിയ വളരെ വളരെ കുറവാണ്. അതും വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വേറെന്നുള്ളത് ട്യൂബർ ക്രോപ്സ്, റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് നമുക്കറിയാം. നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് അതിനുവേണ്ടി പ്രത്യേക ഗവേഷണ സ്ഥാപനം ഉണ്ടെങ്കിൽ പോലും, ഉദാഹരണത്തിന് നമ്മൾ ടാപ്പിയോക്ക എടുത്തു കഴിഞ്ഞാൽ 1.5 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് കൃഷിയുണ്ടായിരുന്ന കപ്പ ഇന്ന് വെറും 62,000 ഹെക്ടർ സ്ഥലത്ത് മാത്രമേ കൃഷിയുള്ളൂ. അത്രമാത്രം റിഡക്ഷൻ വന്നിരിക്കുന്നു. മറ്റ് ട്യൂബേഴ്സ്, ഇതൊക്കെ അറിയാവുന്ന നാനകിഴങ്ങ്, മുക്കിഴങ്ങ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ നമുക്ക് വളരെ ചേന, ചേമ്പ് അങ്ങനെയുള്ള പല വിളകളും റൂട്ട്സും ട്യൂബേഴ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിളകളുടെ ഏരിയ വളരെ വളരെ പരിതാപകരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഒരു 100 ഹെക്ടർ സ്ഥലത്ത് പോലും അതിൻ്റെ കൃഷിയില്ലാത്ത പല വിളകളുമുണ്ട്. ഇത് നമ്മൾ നമ്മൾ ഫുഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഫുഡ് ഡൈവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഫുഡ് ഡൈവേഴ്സിറ്റി കൊണ്ടാണ് നമ്മുടെ രോഗപ്രതിരോധ ശക്തി തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഫുഡ് ഡൈവേഴ്സിറ്റിക്ക് സഹായകരമായ വിധത്തിലാണ് ഈ ഇത്തരത്തിലുള്ള റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. അതിൻ്റെ എന്തുകൊണ്ടാണ് അതിൻ്റെ കൾട്ടിവേഷൻ താഴേക്ക് പോയെന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത്രയും സപ്പോർട്ട്, ഗവേഷണത്തിനൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അത് താഴേക്ക് പോകുന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതിനുള്ള പ്രോഗ്രാംസ് നമ്മൾ ആവിഷ്കരിക്കേണ്ടതാണ്. പിന്നെ ഒരു കേട്ട സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മെഡിസിനൽ പ്ലാന്റ്സ്. ഓഫ് കോഴ്സ് നമുക്കറിയാം 10% മാത്രമേ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ആയുർവേദത്തിലെ റിക്വയർമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രി റിക്വയർമെൻറ്റിൻ്റെ ഒരു 90% നാച്ചുറൽ സോഴ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നു. ഏകദേശം 10% നമ്മളത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹോം സ്റ്റേസിലൊക്കെ ഇത്തരം മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ കൾട്ടിവേഷൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അളവ് വരെ അതിൻ്റെ ഏരിയ നമുക്ക് കൂട്ടാൻ പറ്റും. ഇത് വേറൊന്നുള്ളത്, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഉള്ള, ഉദാഹരണത്തിന് കർണാടകത്തിൽ ഇതിൻ്റെ ക്രൂഡ് എക്സ്ട്രാക്ട് ഉണ്ടാക്കും. മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ക്രൂഡ് എക്സ്ട്രാക്ട് ഉണ്ടാക്കിയിട്ട് വിദേശത്ത് കയറ്റി അയക്കുകയാണ്.
പല ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെയധികം ഡിമാൻഡുള്ളതാണ് ക്രൂഡ് ടെസ്റ്റ്. കാരണം ഇതിനെ റിഫൈൻ ചെയ്തിട്ട് അവർ അതിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള മെഡിസിൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ. അത് കേരളം പോലുള്ള സംസ്ഥാനത്ത്, ഇത്രയധികം മെഡിസിൻ പ്ലാന്റ്സ് ഉള്ള സംസ്ഥാനത്ത് ഒറ്റ ഇൻഡസ്ട്രി പോലും ക്രൂഡ് എക്സ്ട്രാക്ട് ഉണ്ടാക്കാൻ വേണ്ടി നിലവിലില്ല എന്നുള്ളത് വലിയൊരു കഷ്ടമാണ്. അതൊരു വലിയ മേഖലയാണ്, ഒരുപാട് പേർക്ക് അതൊരു വരുമാനം കിട്ടാവുന്ന ഒരു മേഖലയാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ ഇമ്മ്യൂണോ ബൂസ്റ്റേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ള ഇമ്മ്യൂണോ ബൂസ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ അധിഷ്ഠിതമായിട്ടുള്ള പ്രോസസ്സിങ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അതിൽ നമുക്ക് മെഡിസിനൽ പ്ലാന്റ്സ് ഇന്നത്തെ ഏരിയ വൈസ് നോക്കുകയാണെങ്കിൽ 500ഓളം ഹെക്ടർ സ്ഥലത്ത് മാത്രമേ കേരളത്തിൽ മെഡിസിനൽ പ്ലാന്റ്സ് കൃഷി ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഏരിയ അല്ലെങ്കിൽ കൾട്ടിവേഷൻ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ കാര്യമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഞാൻ പ്രധാനമായിട്ട് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിനെ പറ്റി പറയുമ്പോൾ പ്രൊപ്പഗേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. പ്രൊപ്പഗേഷൻ ടെക്നിക്സിൽ മറ്റ് പല കൺട്രികളിലും വളരെയധികം വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. നമ്മളിപ്പോഴും കൺവെൻഷനലായിട്ടുള്ള ബഡിങ് ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടെ തന്നെ നിൽക്കുകയാണ്. പ്രൊപ്പഗേഷനിലെ മെത്തേഡിലുള്ള മറ്റുള്ള സ്ഥലത്ത് വന്നിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ വളരെയധികം ശ്രമം നടത്തണം. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റിംഗ് മെറ്റീരിയൽ പ്രൊഡക്ഷനാണ്. പ്ലാന്റിംഗ് മെറ്റീരിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം അതിനുള്ള എല്ലാ ആസ്പെക്റ്റും ചെയ്ത് കമേഴ്ഷ്യൽ സ്കെയിലിൽ വ്യാപകമായിട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തണം. ടിഷ്യൂ കൾച്ചർ പ്രൊപ്പഗേഷൻ ഏതാനും ചില വിളകളുടെ കാര്യത്തിൽ നമ്മൾ ഇത് വളരെ നന്നായിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യ പോലും കൃഷിക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ വാഴയുടെ ടിഷ്യൂ കൾച്ചർ തൈകളുടെ ഉപയോഗം എന്ന് പറയുന്നത് കഴിഞ്ഞ 10-30 വർഷങ്ങളായിട്ട് നമ്മളെ നെയ്ബറിങ് ആയ സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട്. ചില സംസ്ഥാനങ്ങളിൽ ഏകദേശം 60% അഡോപ്ഷൻ ഉണ്ട്. 60% ടിഷ്യൂ കൾച്ചർ യൂസ് ചെയ്യുന്ന തൈകൾ യൂസ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ വരെയുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു 5% പോലും അതിൻ്റെ ടിഷ്യൂ കൾച്ചർ വാഴകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള വാസ്തവം. ഇതിന് ഒരു കഴിഞ്ഞ 10-30 വർഷത്തെ ഡേറ്റ അവൈലബിൾ ആണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ 30% അധിക വിളവ് തരുന്നുണ്ടെന്നത് ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതായത് ഒരു 10 കിലോ കിട്ടുന്ന ഒരു വാഴയ്ക്ക് 13 കിലോ കിട്ടും. അതായത് 3 കിലോഗ്രാം ഫ്രൂട്ട് പ്രൊഡ്യൂസ് അധികം കിട്ടുകയാണെങ്കിൽ അതിന് മാർക്കറ്റ് പ്രൈസിൽ 100 രൂപ നോക്കുക അധികം വരുമാനം. സ്റ്റേറ്റിന്റെ മൊത്തം വരുമാനം നോക്കുകയാണെങ്കിലും കൃഷിക്കാരൻ്റെ വരുമാനം നോക്കുകയാണെങ്കിലും ടോട്ടൽ പ്രൊഡ്യൂസിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും ഒക്കെ ഇതിനുള്ള ഈ ടെക്നോളജിക്കുള്ള അഡ്വാൻറ്റേജ് നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ഇപ്പോഴും ഒരു ടൈം ടെസ്റ്റഡ് ടെക്നോളജി, ശരിക്കുള്ള ഒരു ടെക്നോളജി, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് വലിയൊരു കഷ്ടമാണ്. അതിലേക്ക് ഇതെല്ലാത്ത സീരിയസ് ആയിട്ടുള്ള ശ്രദ്ധ ഇതിന് എല്ലാ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വേറൊന്നുള്ളത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ പെപ്പറിന് പ്ലാന്റിംഗ് മെറ്റീരിയൽ കിട്ടുന്നില്ല, സെനയിലായിട്ടുള്ള പ്ലാന്റ്സ് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ടിഷ്യൂ കൾച്ചർ ടെക്നോളജി നമ്മുടെ കാർഷിക സർവകലാശാലയിൽ തന്നെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഡെക്കേഡ്സിന് മുമ്പ് തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. ഓൺലി തിങ് അതിന് വരുന്നത് അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടാകുമ്പോൾ അതായത് ഒരു വള്ളിക്ക് സാധാരണ കൺവെൻഷൻ ട്രഡീഷണൽ ആയിട്ട് കിട്ടുന്ന വള്ളിയുടെ പല മടങ്ങ് കോസ്റ്റ് കൊടുക്കേണ്ടി വരും, ശരിയാണ്. പക്ഷെ അതിനുള്ള അഡ്വാൻറ്റേജ്, വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ട്. ടിഷ്യൂ കൾച്ചർ തൈക്ക് വളരെയധികം ഈ അഡ്വാൻറ്റേജ് ഉണ്ട്, പല അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഇതിന് ഈ അഡീഷണൽ കോസ്റ്റ് വാസ്തവത്തിൽ ശരിക്കും പറഞ്ഞാൽ സർക്കാർ നേതൃത്വത്തിൽ അതിന് സബ്സിഡി കൊടുത്തിട്ട് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് കൃഷിക്കാരന് അവൈലബിൾ ആക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഡേറ്റ് പാം കൾട്ടിവേഷൻ. ഡേറ്റ് പാമിൻ്റെ കൾട്ടിവേഷൻ രാജസ്ഥാൻ ഗവൺമെൻറ് ഏറ്റെടുത്തപ്പോൾ ഒരു മിഷൻ ബോർഡിൽ പ്രോജക്റ്റ് എടുത്തപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറുമായിട്ട് PPP മോഡിൽ എൻട്രി ചെയ്തതാണ്. എനിക്കതിൻ്റെ പ്രൈവറ്റ് സെക്ടറിൽ ഞാനിവിടെ നിന്ന് ലീവ് എടുത്തിട്ട് 2-3 വർഷം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായി. അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ട്. ഒരു ടിഷ്യൂ കൾച്ചർ ഡേ പാം 18 മാസം നമ്മൾ പുറത്ത് ഹാർഡനിങ് കഴിഞ്ഞ് വളർത്തുന്ന ഡേ പാം പ്ലാന്റിൻ്റെ വില 3000 രൂപയാണ്.
ആ 3000 രൂപ ഒരു കർഷകന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആ അന്നത്തെ ഗവൺമെന്റ് 90% സബ്സിഡിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 300 രൂപ മാത്രം കർഷകന് ചെലവാക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ആ സ്റ്റേറ്റിന് എത്രമാത്രം ഇതിന് പ്രൊഡക്ഷൻ കൂടുന്നു, അങ്ങനെയുള്ള പല അഡ്വാൻറ്റേജ് മുൻനിർത്തി ആണ് ആ സബ്സിഡി കൊടുത്തിരിക്കുന്നത്. അത് ഇത് തന്നെ ഇവിടെ വാഴയുടെ കാര്യത്തിലാണെങ്കിലും, വാഴത്തെ ടിഷ്യൂ കൾച്ചറിൻ്റെ കാര്യത്തിൽ എടുത്തിരുന്നാലും അല്ലെങ്കിൽ പെപ്പറിൻ്റെ കാര്യം എടുത്തിരുന്നാലും തീർച്ചയായിട്ടും ഇത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളതിൻ്റെ അഡ്വാൻറ്റേജ്, കർഷകനുള്ള അഡ്വാൻറ്റേജും സ്റ്റേറ്റിനുള്ള അഡ്വാൻറ്റേജും എല്ലാം കണക്കാക്കിയിട്ട് അതിനുള്ള സബ്സിഡി നിശ്ചയിക്കുകയും അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് കേരളത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അത് കൂടാതെ തന്നെ നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ പ്രൊഡക്ഷൻ പബ്ലിക് സെക്ടറിലുള്ള കഴക്കൂട്ടത്തെ ഒരു ടിഷ്യൂ കൾച്ചർ ലാബിൽ നമ്മൾ പല ഡെക്കേഡ്സ് 2000 തൊട്ട് 2000 തൊട്ട് അവിടെ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അവിടെ വളരെ ഭംഗിയായിട്ട് ടിഷ്യൂ കൾച്ചർ പ്രൊപ്പഗേഷൻ നടക്കുന്നുണ്ട് വാഴയുടെയൊക്കെ. അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ കൂടുതൽ എണ്ണം അത് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കേണ്ടത് ബാധ്യത നമുക്കുണ്ട്. വേറെന്നുള്ളത് നമ്മൾ പ്രൊഡക്ഷൻ ടെക്നിക്സ് ആണ്. നമുക്കറിയാം ഇതിപ്പോൾ എല്ലാവരും അവെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ, പോളി ഹൗസ് കൾട്ടിവേഷൻ, അങ്ങനെയൊക്കെയുള്ളത്, റെയിൻ ഷട്ടർ കൾട്ടിവേഷൻ, നെറ്റ് ഹൗസ് അകത്തുള്ള കൾട്ടിവേഷൻ, ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, എയറോപോണിക്സ്, ഇതിനെപ്പറ്റി പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ഒരു അവയർനെസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്ലസും മൈനസും ഒക്കെ നമ്മൾ ഇതിനകത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോളി ഹൗസ് കേരളത്തിന് അത്ര സ്യൂട്ടബിൾ അല്ല, റെയിൻ ഷട്ടറാണ് കൂടുതൽ സ്യൂട്ടബിൾ. ഇതെല്ലാം നമ്മൾ പല വർഷങ്ങളിൽ പരിചയം കൊണ്ടിരുന്ന ഒരു അവബോധം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കൂടുതലായിട്ട് നമ്മൾ ആ അവബോധം നമ്മൾ കൂടുതൽ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. കൂടുതൽ മാസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. പുതിയ ടെക്നോളജി, പ്രൊഡക്ഷൻ ടെക്നിക്സ് നമ്മൾ, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, വെർട്ടിക്കൽ ഫാമിംഗ്, അതായത് ഏരിയ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള രീതിയിൽ അത് വളർത്തിയെടുക്കാവുന്ന പല ടെക്നോളജി, പുതിയ ടെക്നോളജി. ഇത് കൂടുതലും ഇത്തരം ടെക്നോളജി മറ്റുള്ള കൺട്രീസിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതാണ് വെർട്ടിക്കൽ ഫാമിംഗ് മറ്റുള്ള കൺട്രീസിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യുന്നത്. അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, അങ്ങനെയുള്ളത്. ഇന്നിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് പ്ലാൻ ഫാക്ടറി എന്ന് പറയും. പ്ലാൻ ഫാക്ടറി പ്രൊഡക്ഷൻ ഇപ്പം പ്ലാൻ ഫാക്ടറി എന്ന് പറയുന്നത് മറ്റ് പല കൺട്രീസിലും വളരെ വ്യാപകമായിട്ട് വരികയാണ്. അത് കൂടുതലും പച്ചക്കറികളുടെ ഇല വർഗ പച്ചക്കറികൾ കൾട്ടിവേറ്റ് ചെയ്യാനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ് എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൽ ഇത് വളരെ സ്റ്റെറൈലായിട്ടുള്ള ടിഷ്യൂ കൾച്ചർ ലാബ് പോലുള്ള കണ്ടീഷനിൽ വളർത്തിയെടുത്ത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് പ്ലാൻ ഫാക്ടറി എന്ന് പറയുന്നത്. അത് മാർക്കറ്റ് ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അങ്ങനെ മാർക്കറ്റിംഗ് ഒരു പ്രയാസവും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. പിന്നെ ഓർഗാനിക് പ്രൊഡക്ഷൻ, നമ്മൾ ഇതിനെപ്പറ്റി വിശദമായ ക്ലാസ്സുകൾ ഉണ്ടാവും. ഓർഗാനിക് കൾട്ടിവേഷനുള്ള പ്ലസും മൈനസും, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നമുക്ക് ഓർഗാനിക് കൾട്ടിവേഷൻ നടത്താൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിൽ സ്പെസിഫിക് ആയിട്ടുള്ള ക്രോപ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇനത്തിന് ഓർഗാനിക് കൾട്ടിവേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരും. പിന്നെ വേറൊന്ന് ഉള്ളത് സ്മോൾ സ്കെയിൽ മെക്കനൈസേഷൻ. മറ്റു പല കൺട്രീസിലും സ്മോൾ സ്കെയിൽ മെക്കനൈസേഷൻ വളരെ എഫക്റ്റീവായിട്ട് നടത്തുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ചെറിയ ഉദാഹരണം, നമ്മൾ കാർഷിക സർവകലാശാല ഡെവലപ്പ് ചെയ്ത ഒരു ഉപകരണമാണ് ഈ തേങ്ങ പൊതിക്കുന്ന ഒരു ഉപകരണം. അതിൽ തന്നെ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ ശക്തി എന്താണെന്ന് നമ്മൾ ഇപ്പോഴും തിരിച്ചറിയില്ല. സ്മോൾ സ്കെയിലുള്ള മെക്കനൈസേഷൻ, അഗ്രികൾച്ചർ പ്രൊഡ്യൂസിൻ്റെ ഹാർവസ്റ്റിംഗ് ആണെങ്കിലും അതിൻ്റെ കൾട്ടിവേഷൻ ആണെന്നുണ്ടെങ്കിലും മെയിൻ്റനൻസിനാണെങ്കിലും പ്രോസസ്സിങ്ങിലാണെങ്കിലും അത്തരത്തിലുള്ള മെക്കനൈസേഷൻ എന്തുകൊണ്ടും ഇനിയും ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് ഭാഗ്യകരമാണ്. അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. വേറൊന്നുള്ളത് സീഡ് പ്രൊഡക്ഷൻ പാർട്ടിസിപ്പേറ്റ് ഇവിടെ മെൻഷൻ ചെയ്യുകയുണ്ടായി, ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ മെൻഷൻ ചെയ്യുകയുണ്ടായി. സീഡ് പ്രൊഡക്ഷനിലുള്ള പ്രോഗ്രാംസ് നമുക്ക് വ്യാപകമായിട്ടുണ്ടെങ്കിലും ഒരു പാർട്ടിസിപ്പേറ്ററി സീഡ് പ്രൊഡക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരാം. പാർട്ടിസിപ്പേറ്ററി സീഡ് പ്രൊഡക്ഷൻ വരുമ്പോഴത്തേക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വ്യാപകമായിട്ട് സീഡ് പ്രൊഡക്ഷനിലേക്ക് നമ്മൾ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളുടെ ഡിപ്പെൻഡൻസി ഓൺ അതർ സ്റ്റേറ്റ്സ്, ഉദാഹരണത്തിന് നമുക്കറിയാം പലതരം പ്രൈവറ്റ് ഏജൻസികളും മറ്റു സംസ്ഥാനങ്ങളിലുള്ള പ്രൈവറ്റ് ഏജൻസിയാണ് നമ്മൾ ഇപ്പോഴും കാര്യമായിട്ട് ആശ്രയിക്കുന്നത്. ഇത്തരം ഡിപ്പെൻഡൻസി നമ്മൾ കുറയ്ക്കണമെങ്കിൽ പാർട്ടിസിപ്പേറ്ററി സീഡ് പ്രൊഡക്ഷൻ നമ്മൾ വ്യാപകമായിട്ട് അഡോപ്റ്റ് ചെയ്യണം.
പിന്നെ ഉള്ള ഒരു ഏരിയ ഇതിനകത്തുള്ളത് നഴ്സറി ബിസിനസ്സാണ്. നഴ്സറി ബിസിനസ് നമ്മളിപ്പോഴും അതിൻ്റെ സ്ട്രെങ്ത് മനസ്സിലാക്കിയിട്ടില്ല. നഴ്സറി ബിസിനസ് ഇന്ത്യയിൽ തന്നെ പല നഴ്സറി ബിസിനസ്സിൻ്റെ ഹോട്ട്സ്പോട്ടിൽ സന്ദർശിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അടുത്ത കാലത്ത് റിട്ടയർ ചെയ്തതിനു ശേഷം എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ പൂനെയിൽ 2500 രജിസ്റ്റേർഡ് നഴ്സറി ഉണ്ട്. ഓരോന്നും 20-30 ഏക്കറാണ്. രാജമുണ്ട്രി, ആന്ധ്രാപ്രദേശിലുള്ള രാജമുണ്ട്രിയിൽ 2000 രജിസ്റ്റേർഡ് നഴ്സറീസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ നഴ്സറിയുടെ ഏരിയ എന്ന് പറയുന്നത് 300 ഏക്കറാണ്. അപ്പം ഇത് ബാംഗ്ലൂർ ഇങ്ങനെ ചില ഹോട്ട്സ്പോട്ടുകളിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോടിക്കണക്കിന് പ്ലാന്റ്സ് അത് അവരാരും എക്സ്പോർട്ട് ചെയ്യുന്നില്ല. ഇതെല്ലാം ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് പോകുന്നത്. അത്രയും ഹ്യൂജ് മാർക്കറ്റാണ് ഇന്ത്യയിൽ തന്നെ നിലവിലുള്ളത്. ഇത് നമ്മൾ ഈ ഫോർ എക്സാമ്പിൾ ഈ ഇൻഡോർ ഫോളിയേജ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് വളർത്താൻ പറ്റിയ ഒരു സംസ്ഥാനം കേരളമാണ്. കാരണം നമ്മളിവിടെ ഹൈ ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഫോളിയേജ് പ്ലാന്റ്സ് വളർത്താൻ പറ്റിയ ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ആ സംസ്ഥാനത്ത് പോലും നമ്മൾ നഴ്സറി ബിസിനസ് വളരെ പരിമിതമായിട്ട്, പക്ഷേ ഈ അടുത്ത കാലത്തൊരു വ്യത്യാസം വരുന്നുണ്ട്. സ്മോൾ സ്കെയിൽ നഴ്സറീസ് കാര്യമായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ എത്ര പേര് തിരിച്ചറിയുന്നത് എനിക്കറിയില്ല. കേരളത്തിൽ തന്നെ ഏകദേശം 5000-ഓളം ചെറുകിട നഴ്സറികൾ ഇന്ന് നിലവിലുണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിലും ഏകദേശം 200-250 ഓളം അല്ലെങ്കിൽ 500-ഓളം നഴ്സറികൾ, ചെറുകിട നഴ്സറികളുണ്ട്. വൻകിട നഴ്സറികളും ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് വൻകിട നഴ്സറികളും ഇപ്പോൾ രംഗത്തേക്ക് വരുന്നുണ്ട്. ഇത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒന്നാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള മേഖലകളിലും ചെറുപ്പക്കാർക്ക് ജോലി സാധ്യതയുള്ളതാണ്. സെൽഫ് എംപ്ലോയ്മെന്റ് ഏറ്റവും പറ്റിയ, നേരത്തെ പറഞ്ഞ 5000 നഴ്സറികളിൽ, ചെറുകിട നഴ്സറികളിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സെൽഫ് എംപ്ലോയ്മെന്റ് പറ്റുന്നതാണ്. ഇനിയും ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാവുന്ന ഒരു മേഖലയാണ് നഴ്സറി. ഇൻഡോർ ഫോളിയേജ് പ്ലാന്റ്സ് ആണെങ്കിലും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും നഴ്സറി ബിസിനസ് വൻപിച്ച സ്കോപ്പാണുള്ളത്. വളരെ സാധ്യതകളുണ്ട്. അത് നമ്മൾ വാസ്തവത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു ആന്ധ്രാപ്രദേശിലെ ഒരു നഴ്സറിയിൽ ഒരു ദിവസത്തെ ഒരു കച്ചവടം, ഒരു ശരാശരി കൊള്ളാവുന്ന നഴ്സറിയുടെ ഒരു ദിവസത്തെ കച്ചവടം, നഴ്സറി പ്ലാന്റ്സിന്റെ കച്ചവടം 50 ലക്ഷം. എനിക്ക് നേരിട്ട് അറിവുള്ളത് കൊണ്ട് പറയാം, 50 ലക്ഷത്തെ പ്ലാന്റ്സ് ആണ് ഒരു ദിവസത്തെ കച്ചവടം. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖല നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഒന്ന്, സമയപരിമിതി കൊണ്ട് എനിക്ക് വളരെ കൂടുതലായിട്ട് പോകാൻ പറ്റില്ല. 1-2 കാര്യങ്ങൾ കൂടെ മെൻഷൻ ചെയ്യട്ടെ എന്നർത്ഥം. നമുക്ക് അർബൻ ഹോർട്ടിക്കൾച്ചർ എന്നൊരു മേഖലയുണ്ട്. അർബൻ ഹോർട്ടിക്കൾച്ചർ, അതിൻ്റെ കീഴിൽ വരുന്ന കുറേ മേഖലകൾ, അതിനെപ്പറ്റി വിശദമായി സംസാരിക്കാൻ ഈ സമയപരിമിതി കൊണ്ട് എനിക്ക് സാധിക്കില്ല. ഞാൻ മെൻഷൻ ചെയ്ത് പോവാം. ഒന്ന്, ലാൻഡ്സ്കേപ്പിംഗ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലാൻഡ്സ്കേപ്പിങ്ങിന് അപാരമായിട്ടുള്ള സാധ്യതകളുണ്ട്. സെൽഫ് എംപ്ലോയ്മെന്റിനും സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനും ഒക്കെ അപാര സാധ്യതയുള്ള ഒന്നാണ് ലാൻഡ്സ്കേപ്പിംഗ്. അത് ഇന്ന് കുറച്ച് പോപ്പുലാരിറ്റി വരുന്നുണ്ടെങ്കിലും അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അതിനുള്ള മാൻ പവർ ജനറേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഈ കൺസേൺഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ചെയ്യുമെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും. വേറൊന്ന്, വെർട്ടിക്കൽ ഗാർഡൻ. ഇന്നത്തെ മിക്കവാറും ഉള്ള പരിസ്ഥിതി പൊല്യൂഷൻ പ്രോബ്ലം ഒക്കെ പരിഹരിക്കാനും വേറെ പല അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് വെർട്ടിക്കൽ ഗാർഡൻ ഇന്ന് ഇൻഡോർ വെർട്ടിക്കൽ ഗാർഡൻ ആയിരുന്നാലും ഔട്ട്ഡോർ വെർട്ടിക്കൽ ഗാർഡൻ ആണെന്നുണ്ടെങ്കിൽ വ്യാപകമായിട്ട് വരുന്നുണ്ട്. അതിന് സസ്യങ്ങൾ ആവശ്യമുണ്ട്, ചെടികൾ ആവശ്യമുണ്ട്. അത് വെർട്ടിക്കൽ ഗാർഡന് ടെക്നീഷ്യൻസിൻ്റെ മാൻ പവറിൻ്റെ ആവശ്യമുണ്ട്. അതിലൊക്കെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ്, ഇന്ന് മിക്ക കെട്ടിടങ്ങളിലും ഇൻഡോർ പ്ലാന്റ്സ്, പ്ലാന്റ് ബോക്സ് അകത്ത് വെച്ച് ഇൻഡോർ പ്ലാന്റ്സ്, കാരണം എയർ ഫിൽറ്ററിങ് പ്ലാന്റ്സ് എന്ന് പറയും. അത് മുറിക്കകത്തുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഗ്യാസസ് വലിച്ചെടുക്കാൻ കഴിവുള്ള ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് വയ്ക്കുന്ന രീതി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ ഒന്നുള്ളത് കട്ട് ഫോളിയേജ് ട്രേഡ്. നേരത്തെ ഞാൻ പറഞ്ഞു, അവിടുത്തെ നെതർലാൻഡ്സിലെ അവിടുത്തെ വേൾഡ് ഫ്ലവർ ഓപ്ഷൻ സെന്ററിൽ ഏകദേശം ഒരു 40% ഈ കട്ട് ഫോളിയേജ് ട്രേഡാണ്. അത് ഇലകൾ, ഒരു ഫ്ലവർ അറേഞ്ച്മെന്റിന്റെ ഏകദേശം ഒരു 60% ഈ കട്ട് ഫോളിയേജസ് ആണ്. കട്ട് ഫോളിയേജിന്റെ ആവശ്യമുണ്ട്. അത് കേരളത്തിൽ നന്നായി വളരും. നമ്മൾ പറഞ്ഞ റബ്ബറിന്റെ തോട്ടത്തിൽ പോലും വളർത്താൻ പറ്റും, അല്ലെങ്കിൽ ഇടവിളകളായിട്ട് വളർത്താൻ പറ്റും. ആ കട്ട് ഫോളിയേജിന് വളരെ വലിയ വിലയാണ് നമുക്ക് കിട്ടുന്നത്, നല്ല മെച്ചപ്പെട്ട വിലയാണ് കിട്ടുന്നത്. അത് നമുക്ക് വ്യാപകമായി ശരിക്കുള്ള രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ കട്ട് ഫോളിയേജ് പുതിയൊരു മേഖലയാണ്, അതിൻ്റെ പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും. പിന്നെ ഒന്ന് പ്രിസർവ്ഡ് ഫ്ലവർ. പ്രിസർവ്ഡ് ഫ്ലവർ വെച്ചാൽ ഒരു ഫ്ലവർ പുതിയ ടെക്നോളജിയാണ്. ഡ്രൈ ഫ്ലവർ അല്ല. ഡ്രൈ ഫ്ലവർ നേരത്തെ ഉള്ള ടെക്നോളജിയാണ്. പ്രിസർവ്ഡ് ഫ്ലവർ ആണെന്നെങ്കിൽ ഇന്ന് ടെക്നോളജി ഉണ്ട്. ഒരു ഫ്ലവർ, റോസ ഫ്ലവർ തന്നെ അല്ലെങ്കിൽ ഏത് ഫ്ലവർ ആണെങ്കിലും 4-5 വർഷം അതേ സോഫ്റ്റ്നെസ്സോട് കൂടി, അതേ ടെക്സ്ചറോട് കൂടി വർഷങ്ങൾ ഇരിക്കുന്ന ഒരു ടെക്നോളജി ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇതൊക്കെ നമ്മൾ ശ്രദ്ധ ആകർഷിക്കേണ്ടതാണ്. ഇതിനകത്ത് കൂടുതൽ ആൾക്കാരെ ഇതിനകത്ത് സാധ്യതകളുള്ള ഒരു മേഖലയാണ്, അതിലേക്ക് ആകർഷിക്കേണ്ടതാണ്. പിന്നെ ഒന്ന് മറ്റുള്ള പല മേഖലകളുണ്ട്. ഓർണമെന്റൽ ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അർബൻ ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ടെറേറിയം ഉണ്ടാക്കുക, ഫ്ലവർ അറേഞ്ച്മെന്റ്, ദെൻ വേറൊരു വലിയ മേഖലയാണ് പോട്ടിൻ മിക്സ്ചർ. അതിനകത്ത് കൊക്കോ പീറ്റിന്റെ ഡിമാൻഡ് വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്. മറ്റുള്ള നെയ്ബറിംഗ് സ്റ്റേറ്റ് തമിഴ്നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കൊക്കോ പീറ്റിന്റെ പ്രൊഡക്ഷൻ വളരെ അധികമാണ്. അതിന് വളരെയധികം എക്സ്പോർട്ട് സാധ്യത ഉള്ള ഒരു സംഭവമാണ്. അത് കേരളത്തിൽ കൊക്കോ പീറ്റിന്റെ പ്രൊഡക്ഷൻ പ്രൈവറ്റ് സെക്ടറിൽ വളരെ കുറച്ച് സെന്ററുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനും തെങ്ങിന്റെ നാടായ നമുക്ക് കൊക്കോ പീറ്റ് പ്രൊഡക്ഷൻ ഫാക്ടറീസ് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വലിയൊരു മേഖലയാണ്, നമ്മൾ ശ്രദ്ധ ആകർഷിക്കേണ്ട ഒരു വലിയ മേഖലയാണ്. പിന്നെ വേറൊന്ന് പ്രധാനപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് ഹോർട്ടിക്കൾച്ചറിന്റെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ റെക്കമെൻഡേഷൻസ് ആണെങ്കിലും മറ്റു പലതും ആണെങ്കിലും എക്കണോമിക്സിന് നെഗ്ലക്ട് ചെയ്യും. ഹോർട്ടിക്കൾച്ചർ എക്കണോമിക്സ് എന്നുള്ള മേഖല നമ്മൾ വികസിപ്പിക്കേണ്ടതാണ്. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത്തരം ഫീൽഡിൽ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ഫീൽഡ് പ്രോബ്ലംസ് ഉൾക്കൊള്ളുന്ന റിസർച്ച് അത് ഇനിയും സാധ്യമാക്കേണ്ടിയിരിക്കും. നമ്മുടെ എല്ലാവരും റിസർച്ച് ഒരുപാട് റിസൾട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇത് ഫീൽഡ് ഓറിയന്റഡ് ആയിട്ട് മാറ്റിയെടുക്കേണ്ട കാലമാണ്. അഗ്രികൾച്ചർ പോലുള്ള ഹോർട്ടിക്കൾച്ചർ പോലുള്ള ഒരു വിഷയത്തിൽ ഇത് ഫീൽഡിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിസർച്ച് നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഫീൽഡിലുള്ള ഇത്തരം ഡെവലപ്പേഴ്സ് നമ്മൾ പറഞ്ഞിരിക്കുന്നുണ്ട് ഡെവലപ്പേഴ്സ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഗവേഷണ ഫലങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയുള്ള വേറൊന്ന് ട്രെയിനിങ്ങിനുള്ള സാധ്യതയാണ്. ഒരുപാട് ടെക്നീഷ്യൻസിന്റെ ആവശ്യം ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ഉണ്ട്. ട്രെയിനിങ് പ്രോഗ്രാംസ് ഇന്ന് പല ആൾക്കാരും പല സ്ഥാപനങ്ങളും ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ന്യൂനതകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒരു നിശ്ചിത സമയത്ത് ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ ആ ട്രെയിനിങ് അണ്ടർഗോ ചെയ്തവർ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നുള്ളതിനെ പറ്റി ഒരു ഫോളോ അപ്പും ഒന്നും നമുക്കില്ല. ഇത് മതിയാവില്ല. നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കണം. അവരുടെ സെൽഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിലും എംപ്ലോയ്മെന്റ് ആണെങ്കിലും അതിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. മറ്റുള്ള എല്ലാവിധ സഹായം കൊടുത്താൽ മാത്രമേ ട്രെയിനിങ് ഇഫക്റ്റീവ് ആവൂ. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ട്രെയിനിങ്ങിന്റെ പീരിയഡ് അതിന് സഫീഷ്യൻ്റ് ആണോ, ആ സ്കില്ല് അക്വയർ ചെയ്യാൻ വേണ്ടി സഫീഷ്യൻ്റ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ 1 മാസത്തെ ടിഷ്യൂകൾച്ചർ ട്രെയിനിങ് കൊടുത്തിട്ട് ഒന്നും ആവുന്നില്ല. അവർക്കൊന്നും ഒരു കാലസ് ഉണ്ടാക്കി കാലസ് റീജനറേറ്റ് ചെയ്യുന്ന കാണാൻ പോലും സാധിക്കാത്ത ഒരു ട്രെയിനിങ് പീരീഡാണ് നമ്മൾ കൊടുക്കുന്നത്. അത് മതിയാക്കി ഒരു ട്രെയിനിങ്ങിന് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോളജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എത്രമാത്രമാണ് ട്രെയിനിങ് ആവശ്യമുള്ളത്, എത്ര സമയം വേണം എന്നുള്ളതിനെ പറ്റി നമുക്ക് ഐഡിയ വേണം. ആ ട്രെയിനീസിന് അതിനുശേഷമുള്ള കാര്യത്തിൽ അവർക്ക് ഫുൾ എല്ലാ സപ്പോർട്ടും കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് സെൻട്രൽ ഹോർട്ടിക്കൾച്ചർ ട്രെയിനിങ് IHITC അത് ജയ്പൂരിലുണ്ട്. ഒരു വലിയ വളരെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ആ IHITCയുടെ മോഡലിലുള്ള ട്രെയിനിങ് സെന്റേഴ്സ് കേരളത്തിൽ ഉണ്ടാകണം. അതിനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ പീസ്മീലായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തിയാൽ മതിയാകില്ല എന്ന് ഈ കഴിഞ്ഞ ഡെക്കേഡ്സ് കൊണ്ട് നമ്മൾ നടത്തിയ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇതിനൊക്കെ അപ്രന്റീസ്ഷിപ്പ് കൊടുക്കണം ഈ ട്രെയിനീസിന്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലിങ്കേജ് വിത്ത് പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഉണ്ടായിരിക്കണം. സെൽഫ് എംപ്ലോയ്മെന്റ് സപ്പോർട്ട് ഉണ്ടാവണം. ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ എല്ലാം ഉദാഹരണത്തിന് ബാങ്കുകൾ അടക്കം ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് വേണ്ട ഓപ്പൺ ചെയ്യണം. അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിട്ട് വേണം ട്രെയിനിങ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യേണ്ടത്. പിന്നെ ഇൻഡസ്ട്രി ലിങ്ക്ഡ് പ്രോഗ്രാംസ് നമ്മൾ ഹോർട്ടിക്കൾച്ചർ മേഖലകളിൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻഡസ്ട്രി ലിങ്ക്ഡ് പ്രോഗ്രാംസ്, ഇൻഡസ്ട്രി ലിങ്ക്ഡ് എന്ന് പറയുമ്പോൾ 1-2 എക്സാമ്പിൾസ് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഈ സമയത്ത്, ലിമിറ്റഡ് സമയത്ത് കൊണ്ട്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കൊക്കോപീറ്റ് പ്രൊഡക്ഷൻ, കയർ ഫൈബർ പ്രോഡക്ട്സ്, ഒരുപാട് തരത്തിലുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കയർ ഫൈബർ പോട്ട്സ്, മൾച്ച് മാറ്റ്സ് തുടങ്ങിയ കയർ ഫൈബർ പ്രോഡക്ട്സ്, ഈ കൃഷിക്ക് ആവശ്യമുള്ള കയർ ഫൈബർ പ്രോഡക്ട്സിൻ്റെ നിർമ്മാണം നടക്കാൻ പറ്റും. നാച്ചുറൽ പ്രോഡക്ട്സ്, ഒരുപാട് തരം നാച്ചുറൽ പ്രോഡക്ട്സ്, നമ്മൾ നാച്ചുറൽ മെഡിസിൻ പ്ലാന്റ്സിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള വിളകളെ അനുസരിച്ചുള്ള നാച്ചുറൽ പ്രോഡക്ട്സ്, നാച്ചുറൽ പിഗ്മെന്റ്സ്, അങ്ങനെ പല നാച്ചുറൽ പ്രോഡക്ട്സും ഇന്റർനാഷണൽ മാർക്കറ്റിൽ, ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇന്റർനാഷണൽ മാർക്കറ്റിലും വളരെയധികം സാധ്യതയുള്ളതാണ് ഇത്തരം പ്രോഡക്ട്സ്. അതുമായിട്ടുള്ള ഇൻഡസ്ട്രി. ആക്ടിവേറ്റഡ് ചാർക്കോൾ, നമുക്ക് ഏറ്റവും അധികം തെങ്ങുകൾ കൃഷിയുള്ള സ്ഥലത്ത് അതിൻ്റെ ചിരട്ട നമ്മൾ വെറും വേസ്റ്റാക്കി കളയുകയാണ്.
അതേസമയം തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ള കൺട്രീസിലേക്ക് അത് കയറ്റി വയ്ക്കുന്നുണ്ട്. ജർമ്മനി പോലുള്ള കൺട്രീസിലേക്ക് ആക്ടിവേറ്റഡ് ചാർക്കോൾ കയറ്റി വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി പോലും കേരളത്തിൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഇത്തരത്തിൽ ഇൻഡസ്ട്രിയുമായിട്ട് ലിങ്ക് പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഇപ്പോൾ ഇതിൻ്റെ വാല്യുവേഷൻ നടത്തിയിട്ട് നമ്മൾ ഒലിയോറെസിൻസ് ഒക്കെ ഉണ്ടാക്കും. ഇപ്പോൾ മുളക് പോലെയുള്ള ഇഞ്ചി, മുളക്, കറിവേപ്പില, അതൊക്കെ ഒലിയോറെസിൻസും എസൻഷ്യൽ ഓയിൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ ചുരുങ്ങിയ ഇൻഡസ്ട്രി മാത്രമേ കേരളത്തിലുള്ളൂ, നിലവിലുള്ളൂ. എറണാകുളം ബേസ്ഡ് ആയിട്ട് കുറച്ച് കമ്പനികളുണ്ട്. അല്ലാതെ ഇത് വ്യാപകമായിട്ട് ഇത്തരം വേൾഡിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഒരു ഉദാഹരണം പറയും കറി ലീഫ് ഇവിടെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. പക്ഷേ ഈ കറി ലീഫിൻ്റെ ഒലിയോറെസിൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വളരെ വൻപിച്ച് ഡിമാൻഡുള്ള സംഗതിയാണ്. അതിനുള്ള എഫർട്ടും അതിനുള്ള ടെക്നോളജി, അതിനുള്ള സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അതിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിയേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നെറ്റ്വർക്ക്, ഈ ഇപ്പം ഒരുപാട് സംഘടനകൾ ഈ കൃഷിയിൽ ആകൃഷ്ടരായിട്ട്, പ്രത്യേകിച്ച് ഈ പോസ്റ്റ് കോവിഡ് പീരീഡിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന തന്നെ 1000-2000 തരത്തിലുള്ള കർഷക അല്ലെങ്കിൽ ഗ്രോവേഴ്സിൻ്റെ കൂട്ടായ്മകളുണ്ട്, ഒരുപാട് കൂട്ടായ്മകളുണ്ട്. പക്ഷെ ഇവർക്കൊന്നും പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻ കിട്ടുന്നില്ല, പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് കിട്ടുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറ്റി അഡ്വൈസ് കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരം ഇപ്പം പലതും ഇന്നത്തെ കാലത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളായിട്ടാണ് പലതും നമുക്ക് അറിയുന്നത്. ഇത്തരം ഗ്രൂപ്പുകളെ സംഘടിപ്പിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും സപ്പോർട്ടും കൊടുക്കേണ്ടത് ആവശ്യമാണ്. സോഷ്യൽ മീഡിയ ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ, എസ്പെഷ്യലി നമ്മുടെ എക്സ്റ്റൻഷൻ പ്രോഗ്രാംസ് എല്ലാം സോഷ്യൽ മീഡിയ വഴി, ഇപ്പം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയായിട്ട് അറിയാം. അത് കൂടുതൽ വിപുലീകരിച്ചാൽ നന്നായിരുന്നു. പിന്നെ വേറൊന്നുള്ളത്, നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തിൽ തന്നെ ഹോർട്ടിക്കൾച്ചറിൻ്റെ കോഴ്സ് ആണ്. കാരണം ഇത്രയധികം പ്രാധാന്യമുള്ള ഹോർട്ടിക്കൾച്ചറിന് ഇവിടെ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇല്ല എന്നുള്ളത് വാസ്തവത്തിൽ ദുഃഖിപ്പിക്കുന്നു. ഇത്രയധികം സാധ്യതകളുള്ള ഈ ഹോർട്ടിക്കൾച്ചറിന് നമ്മുടെ സംസ്ഥാനത്തിൽ ഹോർട്ടിക്കൾച്ചർ കോഴ്സ് ഇല്ല. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സ് മാത്രമല്ല, ഇതിന് അടിസ്ഥാനമായിട്ടുള്ള ഒരുപാട് സപ്പോർട്ടിങ് കോഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ഉള്ള എക്സ്പെർട്ടൈസ് ഉണ്ടാക്കുന്ന കോഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെയുള്ള അർബൻ ഹോർട്ടിക്കൾച്ചറിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ചെറിയ കോഴ്സുകൾക്ക് സാധ്യതയുണ്ട്. ഹോർട്ടിക്കൾച്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരുപാട് പ്രോസസിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയ കോഴ്സുകൾ ഉണ്ടാക്കും. ഇത്തരം കോഴ്സുകളുടെ ഒരു ക്ലസ്റ്റർ അത് നമ്മൾ ഉണ്ടാക്കേണ്ട അതിക്രമിച്ചിരിക്കുന്നു. അവിടെയെല്ലാം ശരിക്കുള്ള സ്കില്ല്, നോളജും ഇമ്പാർട്ട് ചെയ്യാനുള്ള വളരെ ഗൗരവമായിട്ടുള്ള എഫേർട്സ് നമ്മൾ എടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊഴിൽ സാധ്യതയും അല്ലെങ്കിൽ നമ്മുടെ ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും നമ്മൾ ക്വാളിറ്റി ഓഫ് ദി പ്രൊഡ്യൂസ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി ഓഫ് ദി പ്രൊഡ്യൂസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം നമ്മൾ യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളും കൂടുതലായിട്ട് മുന്നോട്ട് വരണം. ഇത്രയും പൊട്ടൻഷ്യലുള്ള കേരളത്തിലെ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇത്രയും പൊട്ടൻഷ്യലുള്ള ഹോർട്ടിക്കൾച്ചർ എന്ന സബ്ജക്റ്റിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ട സർ, പ്രിയ സുഹൃത്തുക്കളെ, ഈ കൃഷി കേരളത്തിൽ വിഷയത്തെ പറ്റി ആദ്യം വന്നത് വിവിധ മേഖലകളിലുള്ള അറിവ്, ഞങ്ങൾ അതാണ് പ്രധാനമായിട്ടും കണ്ടത്. ഈ ക്ലാസ്സിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ അദ്ദേഹം ഇന്ന് ഇവിടെ ടച്ച് ചെയ്യാത്ത സംസാരിക്കുകയും അദ്ദേഹം പ്രധാനപ്പെട്ട മേഖലകളിൽ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണം നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ചില മെസ്സേജുകൾക്കുള്ള ഒരു മറുപടി കൂടെയാണ്. ചിലര് പല കാരണങ്ങൾ കൊണ്ടാവാം, ചിലർ പറഞ്ഞു സാർ ഞങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ മാത്രം ഞങ്ങൾ കണ്ടാൽ പോരെ എന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നമുക്കുള്ള ഏതൊക്കെ സാധ്യതകളാണെന്നുള്ളത് പലപ്പോഴും നമുക്കറിയില്ല എന്നുള്ളതാണ്. നമ്മൾ അറിയുന്ന പല സാധ്യതകളിലും നമുക്ക് പ്രയോജനപ്പെടുന്നില്ലായിരിക്കാം. പക്ഷെ നമുക്ക് ഇടപെടാൻ കഴിയുന്നതും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നതുമായ വിവിധ തരത്തിലുള്ള മേഖലകൾ ഇന്ന് നിലവിലുണ്ട്. എല്ലാ കാര്യത്തിലും നമ്മൾ പൂർണ്ണമായി വികസിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം, പൂർണ്ണമായ അറിവ് നമ്മുടെ കയ്യിൽ ലഭ്യമായില്ലായിരിക്കാം. അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. കാരണം ഡിമാൻഡ് ഉള്ളപ്പോഴേ സർവീസ് ഉണ്ടാവും.
ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ആവശ്യപ്പെടുകയും ചെയ്യുന്ന അവസരങ്ങളിലാണ് റിസർച്ച് സ്റ്റേഷനിലുള്ളവരും എക്സ്റ്റൻഷനിലുള്ളവരും മറ്റ് ഇത്തരത്തിലുള്ളവരും ഗവൺമെന്റ് ലെവലിലുള്ളവരും ഒക്കെ അങ്ങനെയുള്ള വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം നമുക്കുള്ള സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ സാധ്യതകളിൽ എന്തൊക്കെയിൽ നമുക്ക് ഇടപെടാമെന്നും കൂടുതലായി അവയെ കുറിച്ച് എന്ത് മനസ്സിലാക്കാമെന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് എനിക്ക് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും പരമാവധി ക്ലാസ്സുകൾ കേൾക്കുക. വളരെ ഈ രാജ്മോഹൻ സാർ അടക്കമുള്ളവർ ഇന്ന് ഇവിടെ വന്ന് ഇത്രയും നേരം ചിലവഴിച്ചത് യാതൊരു പ്രതിഫലവും പറ്റാതെയാണ്. ഈ ക്ലാസ്സുകൾ, ഈ 30 ക്ലാസ്സുകളും ഒരുപക്ഷെ അതിൽ കൂടുതലും ഉണ്ടാവാം, അത് പിന്നീട് തീരുമാനിക്കപ്പെടാം. അപ്പോ ഇതിൽ പങ്കെടുക്കുന്ന ആരും ഒരു പ്രതിഫലവും പറ്റാതെ അവര് കർഷകർക്ക് വേണ്ടിയുള്ള അവരുടെ ആത്മാർത്ഥത കാരണം വന്ന് ക്ലാസ് എടുക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും ആയ ഒരു സംഭവമാണ് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കത് തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്പെടും. വളരെ ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ് ഇനിയും നിങ്ങളോട് സംവദിക്കാൻ പോകുന്നത്. നാളത്തെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുരുമുളക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ്. അത് കൈകാര്യം ചെയ്യുന്നത് ഇവിടുത്തെ പ്ലാന്റേഷൻ ക്രോപ്സ് ആൻഡ് സ്പൈസസ് വിഭാഗം മേധാവി ഡോക്ടർ ദീപ എസ് നായർ ആണ്. മാഡമാണ് ഇന്ന് നമ്മുടെ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തിയത്. നാളെ 2 മണിക്കാണ് ഈ ക്ലാസ് ആരംഭിക്കുക. 3:30 വരെ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാം. ഞങ്ങൾ അതിന് എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകും. കൂടാതെ ഇന്ന് നടന്ന ക്ലാസ് അതിന്റെ റെക്കോർഡിങ് യൂട്യൂബ് ചാനൽ വഴി ചെയ്തിരുന്നു. ഇടയ്ക്ക് ചില ഇന്റർനെറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് കട്ടാവുന്നുണ്ടെന്ന് പലരും പറഞ്ഞു. ഇതിന്റെ ഒരു റെക്കോർഡഡ് കോപ്പിയും തീർച്ചയായിട്ടും ഞങ്ങൾ യൂട്യൂബില് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുകൊണ്ട് ഈ കാണാത്തവർക്കും ഒക്കെ നമുക്ക് കാണാൻ ഉപയോഗിക്കാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, രാവിലെ ഞങ്ങൾ ഡീൻസ് പറഞ്ഞു, ഏകദേശം 891 പേരാണ് ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ആയിട്ടുള്ളത്. നമുക്ക് 230 പേര് ചോദിച്ചു. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ സാറ് ക്ലാസ് വളരെ നന്നായി സാറ് ക്ലാസ് എടുത്തു. ഞാൻ എന്റെ മനസ്സിലൂടെ ചിന്തിച്ചു പോയ പല കാര്യങ്ങളും സാറ് ടച്ച് ചെയ്തിരുന്നു. ഈ അഗ്ലോണിമ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പരിശ്രമം ഇന്തോനേഷ്യയിൽ നിന്ന് ശ്രമിച്ചിരുന്നു. സാറ് കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോ നമ്മളെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഇമ്പോർട്ട് ചെയ്യാൻ പോയപ്പോ അത് പറഞ്ഞത് നമ്മളെ കൊച്ചി എയർപോർട്ടൊന്നുമില്ല, ബാംഗ്ലൂരും ചെന്നൈയിലുള്ള ഇമ്പോർട്ട് ചെയ്യാനുള്ളത്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ചെല്ലുമ്പോ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഞാൻ 10 പ്രാവശ്യം വിളിച്ചിട്ടാണ് ചെന്നൈയിലെ ഓഫീസിൽ നിന്ന് എനിക്കതൊന്ന് ഫോൺ എടുത്തൊരു മറുപടി കിട്ടിയത്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന അഗ്ലോണിമ നമ്മളെ കുറെ വീട്ടമ്മമാരിപ്പോ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാണ്, ഇന്തോനേഷ്യയിൽ നിന്ന് ഈ അഗ്ലോണിമ ഇമ്പോർട്ട് ചെയ്ത് നമ്മളെ റീസണബിൾ റേറ്റിന് എല്ലാ ആൾക്കാർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ, അപ്പൊ അതിന് ഗവൺമെന്റ് തലത്തിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇതുണ്ട്. പക്ഷെ അതിനൊന്നും നമ്മൾ ഡയറക്റ്റ് അവരോട് സംസാരിക്കുമ്പോൾ പ്രോപ്പർ ഒരു ഗൈഡ് ലൈൻ ഒന്നും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു ഗൈഡ് ലൈൻ തന്ന് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഇൻഡോർ പ്ലാന്റ്സിനെ നമുക്ക് ഓരോ വീട്ടിലും ഇതിലോ ഓർഗനൈസ് ചെയ്ത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും കഴിയും. കൂടാതെ ഇന്തോനേഷ്യയിൽ നിന്ന് ഇവിടുന്നൊക്കെ വെറൈറ്റീസ് കൊടുന്ന് നമുക്ക് ഇവിടെ ഇത് ചെയ്യാൻ കഴിയും. ഞാൻ 25 വർഷമായിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യണതാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ ഈ പ്ലാന്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ അതിന്റെ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെടുമ്പോൾ പ്രോപ്പറായിട്ട് അതിന് ഗൈഡ് ലൈൻ കിട്ടുന്നില്ല. അപ്പൊ അത് എങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കർഷകർക്കും ചെറിയ ചെറിയ ആൾക്കാർക്ക് ഒന്നിച്ച് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാനും ഇവിടെ കർഷകരിലുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സിനെ നമ്മൾ കളക്ട് ചെയ്ത് ആവശ്യമുള്ളവർക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാനും എനിക്ക് കഴിയും. അപ്പൊ അതിന് വേണ്ട ഒരു അസിസ്റ്റൻസ് തന്നാല് നമുക്ക് അത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് ചെയ്യാൻ കഴിയും. മിസ്റ്റർ സിദ്ദീഖ്, ഒരു കൊച്ചു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾക്ക് ബുദ്ധിമുട്ട് വന്നത് ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണോ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണോ? ഞാൻ ഇമ്പോർട്ടാണ് ഇപ്പൊ അന്വേഷിച്ചത്, ഇമ്പോർട്ടിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോ വിഷയങ്ങളാണോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത്? അതെ, അതാണ് പ്രശ്നം. അവരാണ് ഇപ്പൊ പ്ലാന്റ് ക്വാറന്റൈൻ ആൾക്കാരാണ്.
ഞാൻ വളരെ കൃത്യമായിട്ട്, കാരണം അത് തീർച്ചയായിട്ടും താങ്കളുടെ ആ ഒരു ഇഷ്യൂ വളരെ. ഡോക്ടർ റഫീഖ്, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? പ്ലീസ് കണ്ടിന്യൂ സർ. എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ അത്? ഓക്കെ. എനിക്ക് ഇതിനെപ്പറ്റി ഇദ്ദേഹം പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നു. കാരണം വെച്ചാൽ കേരളത്തിലെ പല നഴ്സറികളും, വളരെ എസ്റ്റാബ്ലിഷ്ഡ് നഴ്സറികളും ഈ ഇമ്പോർട്ടിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയാസപ്പെടുന്നുള്ളത് വാസ്തവമാണ്. ഇമ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം പ്രയാസമാണ്. വാസ്തവത്തിൽ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക് സെക്ടറിൽ, ഗവൺമെന്റ് ഏജൻസികളിൽ ഇത്തരം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് പബ്ലിക് സെക്ടറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. പബ്ലിക് സെക്ടറിൽ ഇത് ഇമ്പോർട്ട് ചെയ്ത് ഈ ആവശ്യക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രതിവിധി. കാരണം ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് ക്വാറന്റൈൻ, ഒരുപാട് നൂലാമാലകളുണ്ട്. അത് വേണ്ടിയിട്ട് നമ്മൾ എഫർട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. എക്സ്പോർട്ട് ചെയ്യാൻ ഒരു പ്രയാസമില്ല, എക്സ്പോർട്ട് ചെയ്യാൻ ഒരു പ്രയാസമില്ല. അത് സാധാരണ റൊട്ടീനായിട്ട് ചില കാര്യങ്ങളുണ്ട്, എക്സ്പോർട്ട് ചെയ്യാൻ പ്രയാസമില്ല. ഇമ്പോർട്ടിങ് റിയൽ പ്രോബ്ലം തന്നെയാണ്. അതാ സാറ്, അതുകൊണ്ടാണ് ഞാൻ ആ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചത്. മറ്റാർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം, തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ ഷെയർ ചെയ്യാം. ഇന്ന് അധികം സമയമില്ല. ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാൻ കഴിയുമെങ്കിൽ, സമയം കിട്ടുമെങ്കിൽ ചോദിച്ചാൽ നന്നായിരുന്നു. പറഞ്ഞോളൂ. പിന്നെ ഞാൻ വേറെ ഒരു പഠനം നടത്തിയപ്പോ ഈ നൊട്ടങ്ങ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നൊട്ടങ്ങ, അതായത് എനർജി ബൂസ്റ്റ് ചെയ്യുന്ന സാധനം. ഈ സാധനം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെ വിത്ത് നമുക്ക് എവിടുന്ന കിട്ടുക എന്നുള്ളതാണ്. നൊട്ടങ്ങ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മള് എനർജി സ്പോർട്സ്മാൻമാർ ഇതിലൊക്കെ കഴിക്കുന്ന, നമ്മളെ പണ്ട് നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്ന സാധനമുണ്ട്. അത് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ സീഡ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? ഫൈസാലിസ് എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? ഫൈസാലിസ് എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? ഏത് ഗോൾഡൻ ബെറി ഫൈസാലിസ് അല്ലേ? ഫൈസാലിസിന്റെ ഏറ്റവും മുന്തിയ ഇനങ്ങള് മറ്റുള്ള കൺട്രീസിൽ ഇപ്പൊ വളരെ വ്യാപകമായിട്ട് അത് ഓർണമെന്റലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഈ അദ്ദേഹം പറയുന്ന രീതിയിലും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടില് ശരിക്കുള്ള ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇതിൽ ഒരുപാട് വേരിയൻസ് ഉണ്ട്. ഇത് നമ്മളൊരു എഫർട്ട് ഇതുവരെ ആരും എടുത്തിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. അത് എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇതിന്റെ വേരിയൻസ് കാണാൻ പറ്റും, അതിനുള്ള എഫർട്ട് എടുക്കാൻ പറ്റും. മറ്റുള്ള സ്ഥലത്ത് നിന്ന് ഇത് കൊണ്ടുവരാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് പബ്ലിക് സെക്ടറിൽ. കാരണം ഇതൊക്കെ പലതും ഇൻവേസീവ് സ്പീഷീസ് ആണെന്നുള്ള സംശയമുണ്ട്, അങ്ങനെ പലതും ഉള്ളതുകൊണ്ട് പബ്ലിക് സെക്ടറിന് വിചാരിച്ചാൽ മാത്രമേ ഇത് ഇമ്പോർട്ട് ചെയ്ത് ഏറ്റവും നല്ല പ്ലാന്റിംഗ് മെറ്റീരിയൽ അവൈലബിൾ പറ്റുള്ളൂ. ഹലോ സർ, എനിക്കൊരു കാര്യം ഇതിനെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ കൊൽക്കത്തയിൽ നിന്നാണ്. ഹലോ. ഇവിടെ ഞാൻ ഫ്രൂട്ട് മാർക്കറ്റ്സിൽ സാധാരണ പോകുമ്പോൾ കാണുന്നതാണ് ഈ നൊട്ടങ്ങ. അതൊരു 12 എണ്ണത്തിന്റെ ഒരു പീസിന് 12 എണ്ണത്തിന്റെ ഒരു ബഞ്ചായിട്ടാണ് അവർ തരുന്നത്. അതിന് ഞാൻ ഏകദേശം 200 രൂപ വരെ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ചില സീസണില് അത് ഇവിടുത്തെ മാർക്കറ്റിൽ ഞാൻ ആ ഫ്രൂട്ട് വെൻഡേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർ പറയാറുള്ളത് അത് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണെന്ന് തന്നെയാണ് പറയാറുള്ളത്. കാരണം പ്ലാന്റ്സ് അല്ല, ഫ്രൂട്ട്സ് അത്രയും വില കൊടുത്താണ്. അതിപ്പോ എന്റെ കുഞ്ഞിലെ നമ്മുടെ കേരളത്തില് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അന്ന്. പക്ഷെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ ഇപ്പൊ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഞാനപ്പോ കൊടുത്തത് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിരിക്കും എന്ന്. പക്ഷെ ഇവിടെ കിട്ടുന്നത് ഒരു ഏകദേശം ഒരു ഗ്രേപ്സിന്റെ സൈസുള്ള ആണ് കിട്ടുന്നത്. അത് കവറോട് കൂടി തന്നെ അതിന്റെ കാരണം ഞാൻ സുവോളജിക്കാരിയാണ്. ഇപ്പൊ പ്ലാന്റ്സിനെ കുറിച്ച് ഇങ്ങനെ ജനറൽ അങ്ങനെ എത്ര മാത്രമേ എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടപ്പം ഇപ്പൊ ഞാൻ ഇത് സിദ്ധിക്ക് ചോദിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞതാണ്. ഇവിടെ ഇത്രയും നല്ല വില കൊടുത്താണ് ആളുകൾ ഇത് വാങ്ങാറുള്ളത്. പിന്നെ അത് കൂടാതെ ഞാൻ വേറൊന്ന് കണ്ടത് കൽക്കത്ത ബേസിൽ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ വെറൈറ്റി ഫ്രൂട്ട്സ് ഇവിടെ ഒരുപാട് മാർക്കറ്റിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലെ ആളുകള് ഒരിപ്പം ആപ്പിൾ, ഓറഞ്ച് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് അല്ല, അങ്ങനത്തെ ഒരു ഹൈഗ്രേഡ് ഫ്രൂട്ട്സ് അല്ല, അങ്ങനത്തെ ഒരു ചാവിങ് ഫ്രൂട്ട്സ് അല്ലാതെ ബാക്കിയുള്ള ലോക്കൽ ഫ്രൂട്ട്സ് ഒന്നും, ഈവൻ ചാമ്പയ്ക്ക ഇവിടെ ഒരു പീസിന് ഞാൻ 10 രൂപ കൊടുത്താണ് വാങ്ങാറുള്ളത്. ഒരു ചാമ്പയ്ക്കായ്ക്ക്. നമ്മുടെ നാട്ടിൽ ചാമ്പ ഇപ്പം കാണാനേ ഇല്ല. ഞാൻ ഇപ്പൊ നാട്ടിൽ വന്നപ്പോഴും ഇതേ അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. അല്ല, ഇത് എനിക്ക് പറയാമോ ഡോക്ടർ റഫീഖ്? എനിക്ക് പറയാൻ പറ്റുമോ? ഓക്കെ. ഇത് ടിപ്പിക്കലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഉള്ളത് ഇത്രയും മൈനർ ഫ്രൂട്ട്സ്
വേറെ എവിടെയാ ഉള്ളത് കേരളത്തിലില്ലാത്ത? നെല്ലിക്ക, ചാമ്പയ്ക്ക, അരനെല്ലിക്ക, ലൗലോയിക്ക എന്ന് പറഞ്ഞിട്ട് എത്ര ഞാറയ്ക്ക, കാരയ്ക്ക, ഇതെല്ലാം വളരെ സ്വാദിഷ്ടമായി. പക്ഷെ ഇതൊന്നും മാർക്കറ്റിൽ കിട്ടില്ല. ഇവർ പറഞ്ഞതുപോലെ ഇത് മാർക്കറ്റിൽ കിട്ടണ്ടേ, എന്നാലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഈ ഫ്രൂട്ട്സ് നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്ലാന്റ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള റെസ്ട്രിക്ഷൻ ഫ്രൂട്ട്സിന് ഇല്ല കേട്ടോ. ഫുഡ് മെറ്റീരിയൽ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഇത്രയും പ്രയാസമില്ല. അപ്പൊ ഇതിനുള്ള പ്രതിവിധി എന്ന് വെച്ചാൽ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്ത് അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക, മാർക്കറ്റിംഗ് ടാക്ടിക്സ്. ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണം ജാക്കിന്റെ ആണ്. പ്ലാവിന് ഇപ്പൊ കണ്ടില്ലേ, ആൾക്കാരുടെ എഫർട്ട് കൊടുത്തപ്പോൾ പ്ലാവിന്റെ പ്രാധാന്യം എത്ര മടങ്ങ് വർദ്ധിച്ചു. അത് മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി. ഡോക്ടറെ, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻസിനെ പറ്റി ഒന്ന് പറയാമോ? ഇസ്രായേലിലൊക്കെ കാണുന്ന പോലെ ഹൈടെക് കൃഷി, ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻസ്. ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷന് ഒരുപക്ഷെ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടാവുമായിരിക്കും എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ കാരണം വെച്ചാൽ അതിനെപ്പറ്റി ഫുള്ളായിട്ട് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻ അത് ഇപ്പോൾ ഉദാഹരണത്തിന് മാവിന്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാവ്, പ്ലാവ്, ഇതൊക്കെ ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻ മറ്റു സംസ്ഥാനങ്ങളിലും കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻ അതിൻ്റെതായിട്ടുള്ള ചില റിക്വയർമെന്റ്സ് ഉണ്ട്, പ്രത്യേകതകളുണ്ട്. ഇത് നമ്മൾ പല ഗവേഷണ സ്ഥാപനങ്ങളിൽ ഈ ഗവേഷണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അതിനുള്ള ഇവിടെ തന്നെ എക്സ്പെർട്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഡോക്ടർ ഷീലയൊക്കെ വിളിക്കുന്നുണ്ട് ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻ. ഒരു പക്ഷേ അതിന് സെപ്പറേറ്റ് ക്ലാസ് ഇട്ടുണ്ടോ, അല്ല പെട്ടെന്ന് പറയാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും ആശാസ്യകരമാണ്. തീർച്ചയായിട്ടും നമുക്ക് നടപ്പാക്കാവുന്നതാണ്. കോയമ്പത്തൂരിലെ ജൈൻ ഇറിഗേഷൻ സിസ്റ്റംകാര് മാവൊക്കെ ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻ നടത്തുന്നതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഉണ്ട്, നമുക്ക് സാധ്യമാണ്. നമുക്കൊരു പ്രത്യേക രാജ്ഭവൻ സാർ, നമ്മളൊരു ഷെഡ്യൂളില് മാംഗോ ട്രീ ടു മാംഗോ ഫാമിംഗ് എന്നൊരു ക്ലാസ് വെച്ചിട്ടുണ്ട്. അതായത് ഒരു മരത്തിൽ നിന്നും ഫാമിങ്ങിലേക്ക് അതിൽ ഒരു കമ്പോണന്റ് ആയി വരുന്നത് അതിന്റെ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് അപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? അപ്പോ തീർച്ചയായിട്ടും ഞാൻ രാജ്മോഹൻ സാറിന് ഞങ്ങളെ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തി. പറയൂ. അതെ, നമ്മള് ഇപ്പൊ ഒരു നഴ്സറി തുടങ്ങണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റ്സ് മതിയോ ശരിക്കും നമുക്ക് തുടങ്ങാനായിട്ട്? അതിന് ബഡ് എടുത്ത് കൊടുക്കുന്ന രീതിയിൽ ഈ പ്ലാന്റിംഗ് മെറ്റീരിയൽസിന്റെ പ്രൊഡക്ഷനെ പറ്റി ഒരു വിശദമായ ക്ലാസ് നമ്മുടെ ഷെഡ്യൂളിലുണ്ട്. താങ്കൾ ആ ഷെഡ്യൂൾ നോക്കിക്കോളൂ, അതിൽ അറ്റൻഡ് ചെയ്യൂ. ഈ വിവരം അതിനകത്ത് തീർച്ചയായിട്ടും നമ്മൾ ഉൾപ്പെടുത്തും. ഒരുപക്ഷെ ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞോളാം. അതായത് വലിയ നഴ്സറികളുടെ നേതൃത്വത്തിൽ ഇത്തരം പ്ലാന്റിംഗ് മെറ്റീരിയൽസ് കൊടുക്കുന്ന സംവിധാനം ഇപ്പൊ ഞാൻ കൺസൾട്ടൻസി കൊടുക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനമുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അത് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊരു മോഡലാണ്. അതായത് ചുറ്റും ഒരു വലിയ നഴ്സറി, ആ വലിയ നഴ്സറിയിൽ നിന്നും പ്ലാന്റിംഗ് മെറ്റീരിയൽസ് കൊണ്ടുപോയി അത് മൾട്ടിപ്ലൈ ചെയ്ത് പാർട്ടിസിപ്പേറ്ററി പ്രൊഡക്ഷൻ പോലും അവർ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തിരിച്ചങ്ങോട്ട് കൊടുക്കുന്ന സംവിധാനം. ഇതൊരു മോഡലാക്കി എടുക്കാവുന്ന ഈ പറയുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ട് നടക്കും. ഒരു വലിയ നഴ്സറി ഉണ്ടാവും, അവർക്ക് നല്ല കളക്ഷൻ ഉണ്ടാവും. അവിടെ നിന്ന് പ്ലാന്റിംഗ് മെറ്റീരിയൽ ചെറിയ നഴ്സറിയിലേക്ക് കൊടുക്കും. അവരിത് മൾട്ടിപ്ലൈ ചെയ്ത് ബൈബാക്ക് അവർക്ക് സ്വന്തമായിട്ടും വിൽക്കാം, അതേ തിരിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ സ്ഥാപനമുണ്ട്. ഇതൊരു മോഡലാക്കി കേരളത്തിൽ വന്നാൽ വളരെ നന്നായി. നോക്കൂ, 1 മിനിറ്റ് മിസ്റ്റർ ജോർജ് വർക്കി, ഞാൻ അതിന് ഒരു കാര്യം ആഡ് ചെയ്ത് നിർത്താം. ഇവിടെ നമ്മളെ തിരുവനന്തപുരത്ത് നമ്മളെ ഇവിടെ വെള്ളനാട് അടുപ്പിച്ച് എനിക്കൊന്ന് പള്ളിവേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ വെള്ളനാട് KVKയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്കറിയാം. അവിടെ നിങ്ങൾ ചെന്ന് നോക്കൂ. അവിടെ ഒരു പഞ്ചായത്തിൽ ഏതാണ്ട് 100 നഴ്സറീസ് ഉണ്ട്. ഓരോരുത്തരുടെ വീട്ടിലും ചെറിയ 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 രീതിയിലുള്ള നഴ്സറീസ് ആണ്. അത് പലതരത്തിലുള്ള ചെടികളാണത്. അതിൽ നിന്നും കുറേശ്ശെയായിട്ട് പൂൾ ചെയ്ത് അവർ ബാംഗ്ലൂർക്ക് അയക്കും. തിരിച്ചു വരുന്ന ലോറിയിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുവരും. അങ്ങനെ നഴ്സറി നടത്തുന്ന ആൾക്കാർ വരെ നമ്മളെ ഇടയിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. വലിയ നഴ്സറിക്കാരും ഉണ്ട്, ചെറിയ നഴ്സറിക്കാരും ഉണ്ട്. എല്ലാ നഴ്സറിയിലും എല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല, കാരണം നമുക്ക് സ്ഥലപരിമിതി ഉണ്ട്. പക്ഷേ നമുക്ക് കുറെ മദർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നഴ്സറി ആയിട്ട് അപ്രൂവൽ കിട്ടൂ. കുറെ മദർ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ വേണം, ബാക്കിയുള്ളത് നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവരാം. പക്ഷെ ആൾക്കാരെ പറ്റിക്കരുത്. ഇവിടെ അതിന് അവിടുന്ന് തൈ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ആൾക്കാരെ കാണിക്കുന്ന രീതിയിൽ തീർച്ചയായും നഴ്സറി നന്നായിട്ട് നടത്താൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്.
ഡോക്ടർ റഫീഖ്, എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നു. അതാണ്. ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം മിസ്റ്റർ സുരേഷ്. ഓക്കെ, ഓക്കെ, താങ്ക് യു സാർ. അല്ല, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട്, പറഞ്ഞോളൂ. അതായത് ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം മാത്രം പറയാം. എനിക്കറിയാവുന്ന ഈ കോർപ്പറേറ്റ് സെക്ടർ, ഞാൻ കൺസൾട്ടൻസി കൊടുക്കുന്ന കോർപ്പറേറ്റ് സെക്ടർ, അവരുടെ ഒരു ദിവസത്തെ കോർപ്പറേറ്റ് സെക്ടറിന്റെ നഴ്സറി, ഇൻഡോർ പോളി പ്ലാന്റിന്റെ നഴ്സറി, ഒരു ദിവസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 ലക്ഷത്തിന് 2 ലക്ഷത്തിന് അടയ്ക്കാം. ഇതാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ. അത് വലിയൊരു നല്ല പറയുന്നത്, ഇതിന്റെ ഒരു ചെറിയ അംശമെങ്കിലും ചെറിയ നഴ്സറിക്ക് വളരെ എഫക്റ്റീവായിട്ട് നടത്താൻ പറ്റുന്ന ഒരു സംഭവമാണ്. മിസ്റ്റർ ജോർജ് വർക്കി എന്തോ പറഞ്ഞല്ലോ. സാറ് പറഞ്ഞു, രാജ്മോഹൻ സാറ് കൺസൾട്ടൻസി കൊടുക്കുന്ന നഴ്സറി സംവിധാനത്തെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങളെയൊക്കെ അറിയിക്കാനും, ഇതിനകത്ത് ജെനുവിനായിട്ടുള്ള കൃഷിയിലും ഫാമിങ്ങിലും ഒക്കെ താല്പര്യമുള്ളവരെല്ലാം ഉൾപ്പെടുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭാവിയിൽ കൃഷി സംബന്ധമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിന് തന്നെ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞങ്ങളെപ്പോലെ അറിവില്ലാത്തവർക്ക് സാറിന്റെ ഈ കൺസൾട്ടൻസി സംബന്ധമായിട്ട് തരികയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഇവിടെ നഴ്സറി സംവിധാനങ്ങൾ ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കാനും ഒക്കെ നമുക്ക് ഉള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതിനുള്ള ടെക്നോളജിക്കൽ നോഹവും ഞങ്ങൾക്കില്ല. അപ്പൊ അത് കാരണം ഞങ്ങൾക്കിടെ എപ്പോഴും സംശയങ്ങൾ, ഒരു കർഷകന്റെ സംശയങ്ങൾ നമ്മൾ തീർക്കുന്ന പല മേഖലകളുണ്ടെങ്കിലും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പോലുള്ള ഒരു സംവിധാനം തുടങ്ങുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാം. പിന്നെ വേറെ ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? സമയം സർ വിശ്വകുമാറാണ്. ഒരു ലാസ്റ്റ് സർ രാജ്മോഹൻ സാറിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. നല്ലൊരു ടച്ച് ബേസ് ചെയ്തു ഒരുവിധം ഇഷ്യൂസും ഫോർ കാര്യങ്ങളും എല്ലാം. എനിക്ക് ഈ നാടൻ മാങ്ങ സാർ പറഞ്ഞിരുന്നു, നമ്മുടെ ട്രഡീഷണൽ കേരള ബേസ്ഡ് മാംഗോസ്, അതിന്റെ ഈ ഗ്രാഫ്റ്റ് നല്ലതാണോ? ഞാൻ ഫോർ എക്സാമ്പിൾ മൂവാണ്ടൻ മാങ്ങ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാലക്കാട് സൈഡിൽ മൂവാണ്ടൻ എന്നാണ് പറയാ. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ കേരളത്തിൽ പൊതുവെയുള്ള പേരെന്താന്ന് അറിയില്ല. അതെ. അപ്പൊ അത് ഗ്രാഫ്റ്റ് മണ്ണൂത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് നന്നായിട്ട് നല്ല കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഗ്രാഫ്റ്റ് വെറൈറ്റീസ് കിട്ടുമോ വേറെ നാടൻ മാങ്ങകളില്? ഇഷ്ടം പോലെ കിട്ടും. ഉണ്ടല്ലേ? ഓക്കെ, ഇഷ്ടം പോലെ കിട്ടും. ഞാൻ ഉത്തരം പറയേണ്ട ആളല്ല, എന്നാൽ തന്നെ എന്റെ ഒരു അറിവുള്ള കാരണം പറയുകയാണ്. അതിന് കോട്ടൂർക്കോണോ അങ്ങനെയുള്ള ഏത് രീതിയിലുള്ള നാടൻ മാവിന്റെയും ഗ്രാഫ്റ്റ് തൈകൾ ലഭ്യമാണ്. ഞാൻ അതിനുള്ള ഡീറ്റെയിൽസ്, എന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. ജോർജ് വർക്കി എന്നാണ് എന്റെ പേര്. ഞാൻ ഇതിനകത്ത് പങ്കെടുക്കുന്നു. ഈ ചാറ്റിലൊന്ന് വിട്ടാൽ മതി. ചാറ്റിലൊന്ന് വിട്ടു, നമ്പർ വിട്ടു. ഓക്കെ, താങ്ക് യു. ഐ വിൽ ബി ഇൻ ടച്ച് വിത്ത് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. രാജ്മോഹൻ സാറിനോട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായി. നാടൻ മാവുകൾക്ക് കേരളത്തിലെ 100 കണക്കിന് വെറൈറ്റീസ് ഓരോ പ്രാദേശികമായിട്ട് കാണുന്നു. അതിന് എന്തെങ്കിലും ജീൻ ബാങ്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ? കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും എല്ലാം ചെയ്തിട്ടുണ്ടോ? ചോദ്യം ശരി കേട്ടില്ല. കേരളത്തിലെ പ്രാദേശികമായിട്ട് 100 കണക്കിന് വെറൈറ്റീസ് നാടൻ മാവുകൾ ഉണ്ടായിരുന്നു ഒരു കാലം. നാടൻ മാവിന്റെ ആണോ യൂണിവേഴ്സിറ്റി? എന്റെ ചോദ്യം പൂർത്തിയായില്ല. അതിനുവേണ്ടി എന്തെങ്കിലും അതിന്റെ പ്രിസർവേഷന് വേണ്ടി എന്തെങ്കിലും ജീൻ ബാങ്കോ അതുപോലെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. കാർഷിക സർവകലാശാല വളരെ നല്ല രീതിയിൽ ഈ നാടൻ മാവ് ഇനങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതിയുണ്ട്. നമ്മുടെ വെള്ളാനിക്കരയിലും നമ്മൾ വടക്കൻ സൈഡിലും ഒക്കെ ആയിട്ട് ഈ നാടൻ മാവിനങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ കളക്ഷനുണ്ട്. ഹലോ, ആരെങ്കിലും ഉണ്ടോ? രാജ്മോഹൻ സാറിനോട് ഒരു സംശയം ചോദിക്കാനുണ്ട്. സാർ, ഞാൻ രാജേഷാണ്. ഹലോ, പറഞ്ഞോളൂ. ഇത്ര നമ്മള് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ക്വാറന്റൈൻ്റെ കാര്യം പറഞ്ഞില്ല. അത് നമ്മള് ടിഷ്യൂ കൾച്ചർ പ്ലാസ്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ക്വാറന്റൈൻ്റെ ആവശ്യമുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ക്വാറന്റൈന് കുറച്ച് എളുപ്പമുണ്ട്. എന്നാലും ക്വാറന്റൈനിൽ കൂടെ കടന്നു തന്നെ പോകണം. പക്ഷെ മറ്റുള്ള സാധാരണ പ്ലാന്റ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ക്വാറന്റൈനിൽ അത്രയും ഫോർമാലിറ്റീസ് ഇല്ല. അല്ല സാറേ, ഫ്ലാസ്ക് ആയിട്ട്, അതായത് ക്വാറന്റൈൻ ചെയ്തിട്ടുള്ള പുറത്ത് ഓപ്പൺ ചെയ്ത ഫ്ലാസ്ക് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ക്വാറന്റൈൻ ആവശ്യമുണ്ടോ? അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഫ്ലാസ്ക് ആയിട്ട് കൊണ്ടുവരുമ്പോൾ പോലും ചെറിയ തോതിലുള്ള ഒരു ചെറിയ സ്ക്രീനിങ് ഉണ്ട്. അത് കഴിഞ്ഞു. പക്ഷെ എന്നാലും മറ്റതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ടൈറ്റായിട്ടുള്ളതാണ്, എളുപ്പമാണ്. കാരണം വെച്ചാൽ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സിന്റെ ഫ്ലാസ്കിന്റെ
എക്സ്ചേഞ്ചിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം അങ്ങനെ സ്റ്റെറൈൽ കണ്ടീഷൻസിലാണ് വളർത്തുന്നത്. വൈറസ് പോലും വിമുക്തമായിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ഗ്ലാസിനകത്ത് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ലഘുവായിട്ടുള്ള ക്വാറന്റൈൻ ഇത് മാത്രമേ ബാധകമായിട്ടുള്ളൂ. ഓക്കെ സാർ, ഓക്കെ, താങ്ക്സ്. ഓക്കെ സാർ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നാളെ എല്ലാവരും 1:30 മണിക്ക് തന്നെ ജോയിൻ ചെയ്യണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വളരെ പാർട്ടിസിപ്പൻസ് ഉണ്ട്. നമുക്ക് 230-40 പേര് മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ കഴിയൂ. അതിനുള്ള പിന്നെ പെർമിഷൻ മാത്രമേ നമുക്ക് ഗൂഗിൾ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യം കയറുന്നവർക്ക് ഞാൻ അത് പ്രത്യേകം വീട്ടിൽ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും നന്ദി രേഖപ്പെടുത്തുന്നു. രാജ്മോഹൻ സാറിനും അതുപോലെ ഞങ്ങളുടെ തന്നെ വളരെ പ്രിയപ്പെട്ട 2-3 ടീച്ചേഴ്സ് അവർക്ക് മീറ്റിംഗ് അവസാനിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. Thank you, sir. Thank you very much. Thank you. Thank you, sir. Thank you, sir. Thank you. Thank you. Thank you, sir. Thank you very much. Thank you, sir. Thank you, sir. Thank you very much. നന്ദി സർ. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you. Thank you. Thank you, sir.